ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. മൈ മെൻറ്റർ PSCയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. വിജയം ഒരു ഭാഗ്യമല്ല, നിരന്തരമായ പരിശ്രമത്തിലൂടെ പോരാടി നേടേണ്ട സൗഭാഗ്യമാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഏറെ സ്നേഹത്തോടെ എല്ലാവരെയും ഞാൻ ഒരിക്കൽ കൂടി ക്ഷണിക്കുന്നു മൈ മെൻറ്റർ PSCയുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സുപ്രധാന നിയമങ്ങളിലെ 3 ഏരിയകളിൽ നിന്നുള്ള പ്രീവിയസ് ചോദ്യങ്ങളും മോഡൽ ചോദ്യങ്ങളും അടങ്ങുന്ന ഒരു റിവിഷൻ ക്ലാസ്സാണ് ഇന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇന്ന് സുപ്രധാന നിയമങ്ങളിലെ 3 പ്രധാനപ്പെട്ട ഏരിയകളെന്ന് പറയുമ്പോൾ സ്ത്രീ സുരക്ഷ, കുട്ടികളുടെ സുരക്ഷ, മുതിർന്ന പൗരന്മാരുടെയും മാതാപിതാക്കളുടെയും സംരക്ഷണം എന്ന് പറയുന്ന 3 ഏരിയയിൽ നിന്നുള്ള വളരെ പ്രധാനപ്പെട്ട പ്രീവിയസ് ചോദ്യങ്ങളും മോഡൽ ചോദ്യങ്ങളും ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ക്ലാസ്സിലേക്ക് സ്വാഗതം. ആദ്യത്തെ ചോദ്യത്തിലേക്ക് നമുക്കൊന്ന് കടക്കാം. 2005 ഗാർഹിക പീഡന നിരോധന നിയമത്തിലെ 9-ാം വകുപ്പ് പ്രകാരം പ്രൊട്ടക്ഷൻ ഓഫീസറുടെ ചുമതലയിൽ ഉൾപ്പെടാത്തതേത്? ചുമതലയിൽ പെടാത്തതേത്? ആരുടെ? പ്രൊട്ടക്ഷൻ ഓഫീസർ. 2005 ഗാർഹിക പീഡന നിരോധന നിയമം നിങ്ങൾക്കറിയാം. 2005 ഈ ഒരു സുപ്രധാന നിയമം പാർലമെൻറ്റ് പാസ്സാക്കിയത്. 2005 ഗാർഹിക പീഡന നിരോധന നിയമം നിലവിൽ വന്നത് എന്ന് ചോദിച്ചാൽ അത് 2006 ഒക്ടോബർ 26 ആ 2 വർഷവും ഓർമ്മയിലുണ്ടാകണം. ആക്ട് പാസ്സാക്കിയത് 2005, 2006 ഒക്ടോബർ 26 ഗാർഹിക പീഡന നിരോധന നിയമം നിലവിൽ വന്നു. ഈ ആക്റ്റിൽ ഒരു ഓഫീസറെ കുറിച്ച് വളരെ വ്യക്തമായി പ്രതിപാദിച്ചിട്ടുണ്ട്, പ്രൊട്ടക്ഷൻ ഓഫീസർ. അപ്പോൾ ഈ ചോദ്യത്തിലെ ഓപ്ഷനിലേക്ക് പോകുന്നതിന് മുമ്പ് ആരാണ് പ്രൊട്ടക്ഷൻ ഓഫീസർ എന്നുകൂടി നിങ്ങളൊന്ന് അറിഞ്ഞു വെക്കുന്നത് നല്ലതായിരിക്കും. പ്രൊട്ടക്ഷൻ ഓഫീസർ എന്ന് പറയുന്നത് ഗാർഹിക പീഡന നിരോധന നിയമത്തിൽ വളരെ വ്യക്തമായി അതിൻ്റെ 8-ാം വകുപ്പ് പ്രകാരമാണ് ഇങ്ങനൊരു ഉദ്യോഗസ്ഥനെ നിയമിക്കുന്നത്. ആ ഉദ്യോഗസ്ഥൻ്റെ ചുമതലകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻ 9-ാം സെക്ഷൻ. 8ഉം 9ഉം ഒന്ന് ഓർത്ത് വെച്ചോളുക. ഗാർഹിക പീഡന നിരോധന നിയമത്തിലെ 8-ാം സെക്ഷൻ പ്രകാരം പ്രൊട്ടക്ഷൻ ഓഫീസറെ നിയമിക്കുന്നു. ആ പ്രൊട്ടക്ഷൻ ഓഫീസറുടെ ചുമതലകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ആ നിയമത്തിലെ 9-ാം സെക്ഷനിലാണ്. ഗാർഹിക പീഡനത്തിൽ ഇരയാക്കപ്പെടുന്ന വ്യക്തികൾക്ക് നിയമസഹായം നൽകുക എന്നതാണ് ഈ ഉദ്യോഗസ്ഥൻ്റെ പ്രധാനപ്പെട്ട ചുമതല. അതായത് ഗാർഹിക പീഡനത്തിന് ഇരയാകുന്ന വ്യക്തികൾക്ക്, സ്ത്രീകളും കുട്ടികളുമാകാം, ഗാർഹിക പീഡനത്തിന് ഇരയാകുന്ന വ്യക്തികൾക്ക് വേണ്ട നിയമസഹായവും ഒക്കെ, അവർക്ക് വേണ്ടുന്ന കൗൺസിലിങ്ങും, അവർക്ക് വൈദ്യസഹായം ആവശ്യമാണെങ്കിൽ അതും ഒക്കെ നൽകാൻ ഉത്തരവാദപ്പെട്ട വ്യക്തിയാണ് ഈ പ്രൊട്ടക്ഷൻ ഓഫീസർ എന്ന് പറയുന്നത്. അതായത് ഒരു ഗാർഹിക പീഡന നിരോധന നിയമപ്രകാരം ഒരു ഗാർഹിക പീഡനം റിപ്പോർട്ട് ചെയ്യപ്പെട്ടാൽ പ്രൊട്ടക്ഷൻ ഓഫീസർ അവിടെ എത്തുകയും അവിടെ ഗാർഹിക സംഭവ റിപ്പോർട്ട് തയ്യാറാക്കുകയും വേണം. ഡൊമസ്റ്റിക് ഇൻസിഡൻസ് റിപ്പോർട്ട്, ഡൊമസ്റ്റിക് ഇൻസിഡൻസ് റിപ്പോർട്ട്, DRI എന്ന് പറയും. DIR ഡൊമസ്റ്റിക് ഇൻസിഡൻസ് റിപ്പോർട്ട്, DIR തയ്യാറാക്കണം. ഗാർഹിക സംഭവ റിപ്പോർട്ട് തയ്യാറാക്കണം. ഇത് തയ്യാറാക്കിയിട്ട് മജിസ്ട്രേറ്റിന് മുമ്പിൽ സമർപ്പിക്കണം. അതിൻ്റെ ഒരു കോപ്പി പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കണം. ഇതൊക്കെ പ്രൊട്ടക്ഷൻ ഓഫീസർ ചെയ്യുന്ന ജോലിയാണ്. അപ്പോൾ ഈ പ്രൊട്ടക്ഷൻ ഓഫീസർ സ്ത്രീ ആയിരിക്കുമോ പുരുഷനായിരിക്കണോ എന്നൊരു സംശയം പലർക്കും തോന്നാം. അങ്ങനെ നിർബന്ധമൊന്നുമില്ല. എങ്കിലും കൂടുതൽ പ്രിഫറൻസ് നൽകുന്നത് ഒരു വനിതയ്ക്കായിരിക്കാം. കാരണം വനിതകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കൂടുതൽ കേൾക്കാനും ഒക്കെ കൂടുതൽ കംഫർട്ടബിൾ ആയിട്ടുള്ള, അതായത് വനിതകൾക്ക് അവരുടെ പീഡനത്തെക്കുറിച്ചൊക്കെ കൂടുതൽ വിശദമായി സംസാരിക്കാനും ഒക്കെ അവർക്ക് കൂടുതൽ സൗകര്യപ്രദമായത് ഒരു വനിതാ ഉദ്യോഗസ്ഥ ആയതുകൊണ്ട് പ്രിഫറൻസ് വനിതാ ഉദ്യോഗസ്ഥയായിരിക്കും. അങ്ങനെ നിർബന്ധം ഇല്ല എന്ന് ഒന്ന് ഓർത്തു വെച്ചുകൊള്ളുക. അപ്പോൾ ഈ പ്രൊട്ടക്ഷൻ ഓഫീസറെ നിയമിക്കുന്നത് ഈ നിയമത്തിലെ 8-ാം വകുപ്പ് പ്രകാരമാണ്. ആ പ്രൊട്ടക്ഷൻ ഓഫീസറുടെ ചുമതലകളെക്കുറിച്ച് പറയുന്നത് 9-ാമത്തെ വകുപ്പിലാണ്. ഇത്രയും ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് ചോദ്യത്തിലേക്ക് ഒന്ന് പോകാം. ഈ 9-ാം വകുപ്പ് പ്രകാരം പ്രൊട്ടക്ഷൻ ഓഫീസറുടെ ചുമതലയിൽ പെടാത്തതേത് എന്നാണ് ഇവിടുത്തെ ചോദ്യം. അതിലെ ഓപ്ഷൻ നോക്കുക. എ, ഷെൽട്ടർ ഹോമുകളുടെ ഡയറക്ടർ തയ്യാറാക്കുക. നമുക്കൊന്ന് പറഞ്ഞു പോകാം. ഷെൽട്ടർ ഹോമുകളുടെ ഡയറക്ടർ തയ്യാറാക്കുക എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും പ്രൊട്ടക്ഷൻ ഓഫീസറുടെ ചുമതലയിൽ പെട്ടത് തന്നെയാണ്. ഒരു
ഡൊമസ്റ്റിക് വയലൻസ് നടന്നു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട് ആ ഇരയാക്കപ്പെട്ട വ്യക്തികൾക്ക് കൗൺസിലിംഗ് കൊടുക്കാനുള്ള കൗൺസിലിംഗ് സെൻറ്ററുകൾ അവിടെ എവിടെയെങ്കിലും ഉണ്ടോ? അതുപോലെ തന്നെ വൈദ്യസഹായത്തിന് സൗകര്യമുള്ള സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? അതുപോലെ നിയമസഹായം നൽകുന്നതിന് ഏതാണ്? ഇവരെ പുനരധിവസിപ്പിക്കുന്നതിന്, ആ വീട്ടിൽ നിന്നൊന്ന് മാറ്റി പാർപ്പിക്കുന്നതിനുള്ള പുനരധിവാസ കേന്ദ്രങ്ങൾ എവിടെയൊക്കെയാണ്? ഇതിൻ്റെയൊക്കെ ഒരു ഡയറക്ടറി തയ്യാറാക്കുക എന്നത് പ്രൊട്ടക്ഷൻ ഓഫീസറുടെ ചുമതലയിൽപ്പെട്ട കാര്യം തന്നെയാണ്. അപ്പോൾ അത് ചുമതലയിൽപ്പെട്ട കാര്യം തന്നെയാണ്. ഷെൽട്ടർ ഹോമുകളുടെ ഡയറി തയ്യാറാക്കുക. അടുത്ത നോക്കാം, ബി, ഗാർഹിക അതിക്രമത്തിന് ഇരയായവർക്ക് സാമ്പത്തിക സഹായത്തിനുള്ള ഉത്തരവ് പുറപ്പെടുവിക്കുക. അതൊരിക്കലും പ്രൊട്ടക്ഷൻ ഓഫീസറുടെ ചുമതലയല്ലല്ലോ. സാമ്പത്തിക സഹായത്തിന് ഉത്തരവ് പുറപ്പെടുവിക്കേണ്ടത് മജിസ്ട്രേറ്റാണ്. ആ ഉത്തരവ് പുറപ്പെടുവിക്കുന്നതിന് വേണ്ടുന്ന എല്ലാ മെറ്റീരിയലും മജിസ്ട്രേറ്റിൻ്റെ മുമ്പിൽ സമർപ്പിക്കുക എന്നതാണ് പ്രൊട്ടക്ഷൻ ഓഫീസറുടെ ചുമതലയിൽപ്പെട്ടത്. ഉത്തരവ് പുറപ്പെടുവിക്കാൻ പ്രൊട്ടക്ഷൻ ഓഫീസർക്ക് അവകാശമില്ല, അത് മജിസ്ട്രേറ്റ് ചെയ്യേണ്ട കാര്യമാണ്. അപ്പോൾ ഇവിടെ ബി എന്ന് പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ ചുമതലയിൽ പെടാത്തതാണ്. ഇനി വേറെ ഏതെങ്കിലും ഉണ്ടാകുന്ന നമുക്ക് നോക്കാം. ഗാർഹിക അതിക്രമത്തിന് ഇരയായവർക്ക് സൗജന്യ നിയമസഹായം ഉറപ്പുവരുത്തുക. തീർച്ചയായിട്ടും പ്രൊട്ടക്ഷൻ ഓഫീസറുടെ ഒരു പ്രധാനപ്പെട്ട ചുമതലയാണ്. ഗാർഹിക പീഡനത്തിന് ഇരയാക്കപ്പെട്ടവർക്ക് എന്ത് സഹായം? നിയമസഹായം നൽകേണ്ടത് പ്രൊട്ടക്ഷൻ ഓഫീസർ തന്നെയാണ്. അതുപോലെ തന്നെ ഗാർഹിക അതിക്രമത്തിന് ഇരയായവർക്ക് സൗജന്യമായി വൈദ്യസഹായം നൽകേണ്ടതും പ്രൊട്ടക്ഷൻ ഓഫീസറുടെ ചുമതലയിൽപ്പെട്ടതാണ്. അപ്പം ഗാർഹിക പീഡന നിരോധന നിയമപ്രകാരം ഒരു പ്രൊട്ടക്ഷൻ ഓഫീസറുടെ ചുമതലയിൽ പെടാത്തത് ഈ 4 ഓപ്ഷനുകളിൽ ബി മാത്രമാണ്. കാരണം ഗാർഹിക അതിക്രമത്തിന് ഇരയായവർക്ക് സാമ്പത്തിക സഹായം ഉത്തരവ്, ആ സാമ്പത്തിക സഹായം നൽകുന്നതിന് ഉത്തരവിടാനുള്ള അവകാശം മജിസ്ട്രേറ്റിന് മാത്രമാണുള്ളത്. അപ്പോൾ ഇത് പ്രൊട്ടക്ഷൻ ഓഫീസറുടെ ചുമതലയിൽ പെടാത്തതാണ്. അപ്പോൾ ഇവിടെ ആൻസറായി വരുന്നത് ബി ഓപ്ഷനാണ് എന്ന് ഓർത്തുകൊള്ളുക. ക്ലിയർ ആയിട്ടുണ്ടല്ലോ ഈ ചോദ്യം? അങ്ങനെയാണെങ്കിൽ നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് ഒന്ന് കടക്കാം. രണ്ടാമത്തെ ചോദ്യം എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. നോക്കൂ, പോഷ് ആക്ട് 2013 അതിൻ്റെ ഉദ്ദേശ്യം എന്തെന്നാണ്? പോഷ് ആക്ട് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? എന്താണ് അതിൻ്റെ ഫുൾ ഫോം എന്ന് ആദ്യം ഒന്ന് പറയുക. പ്രിവെൻഷൻ ഓഫ് സെക്ഷൽ ഹരാസ്മെൻറ്റ് ഓഫ് വിമൺ അറ്റ് വർക്ക് പ്ലേസ്. തൊഴിലിടങ്ങളിൽ ലൈംഗികമായ അതിക്രമങ്ങൾ നേരിടുന്ന വനിതകളെ, അല്ലെങ്കിൽ വനിതകൾ ലൈംഗികമായ അതിക്രമങ്ങൾ നേരിടുന്നത് തടയുന്നതിന് വേണ്ടിയിട്ടുള്ള നിയമമാണ്. തൊഴിലിടങ്ങളിൽ വനിതകൾ ലൈംഗിക അതിക്രമം നേരിടേണ്ടി വരുന്നത് തടയുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നിയമം 2013 ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കിയതിൻ്റെ ചുരുക്കപ്പേരാണ് നമ്മളിവിടെ പറഞ്ഞത് പോഷ് ആക്ട്. പോഷ് ആക്ട് എന്താണ്? പ്രിവെൻഷൻ ഓഫ് സെക്ഷൽ ഹരാസ്മെൻറ്റ് ഓഫ് വിമൺ അറ്റ് വർക്ക് പ്ലേസ്. തൊഴിലിടങ്ങളിൽ ലൈംഗിക അതിക്രമങ്ങൾ തടയുന്നതിനുള്ള നിയമമാണ്. നമുക്ക് അതിൻ്റെ ഉദ്ദേശം എന്തെന്നാണ് ചോദ്യം. സ്ത്രീധനം നിരോധനം നടപ്പിലാക്കുക ആണോ? അല്ല, അത് വേറെ നിയമമല്ലേ. സ്ത്രീധന നിരോധന നിയമം നമ്മൾ പാസ്സാക്കിയിട്ടുണ്ട് ഇന്ത്യൻ പാർലമെൻറ്റ് 1961. മറക്കാതിരിക്കുക, ഇന്ത്യയിൽ സ്ത്രീധന നിരോധന നിയമം പാർലമെൻറ്റ് പാസ്സാക്കിയത് 1961 ഏത് സമ്മേളനത്തിലൂടെ? ഇന്ത്യയിലെ പാർലമെൻറ്റിലെ ആദ്യത്തെ സംയുക്ത സമ്മേളനത്തിലൂടെ. ഒന്നാം സംയുക്ത സമ്മേളനത്തിലൂടെ ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കിയ ഒരു നിയമമാണ് സ്ത്രീധന നിരോധന നിയമം 1961. നിങ്ങൾക്കറിയാം, പാർലമെൻറ്റിലെ 2 സഭകളും കൂടി ഒരുമിച്ച് ചേർന്ന് സമ്മേളിക്കുന്നതിനെയാണ് സംയുക്ത സമ്മേളനം എന്ന് പറയുന്നത്. ആ സംയുക്ത സമ്മേളനം വിളിച്ചു കൂട്ടുന്നത് രാഷ്ട്രപതിയാണ്. ഭരണഘടനയുടെ 108 വകുപ്പ് പ്രകാരമാണ്. ഏത് സാഹചര്യത്തിലാണ് അങ്ങനെ വിളിച്ചു കൂട്ടുന്നത്? ഒരു ബില്ല് പാസ്സാക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇരു സഭകളും തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ടാകുമ്പോൾ അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സംയുക്ത സമ്മേളനം വിളിച്ചു കൂട്ടുന്നത്. നിങ്ങൾക്കറിയാം, അങ്ങനെ 1961 ഇന്ത്യയിലെ ഒന്നാം സംയുക്ത സമ്മേളനത്തിലൂടെ പാസ്സാക്കപ്പെട്ടൊരു നിയമമാണ് സ്ത്രീധന നിരോധന നിയമം. അത് മറക്കാതിരിക്കുക. ആ സംയുക്ത സമ്മേളനത്തിന് അധ്യക്ഷത വഹിക്കേണ്ടത് ആരാണെന്ന് PSC സ്ഥിരം ചോദിക്കുന്നുണ്ട്. അത് ലോകസഭാ സ്പീക്കറാണ് സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നത്. വിളിച്ചുകൂട്ടുന്നത് ആരാണ്? അത് രാഷ്ട്രപതിയാണ്. അപ്പോൾ ഒന്നാം സംയുക്ത സമ്മേളനം വിളിച്ചുകൂട്ടിയ രാഷ്ട്രപതി ആര്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. 61 അല്ലേ?
ആ ഒന്നാം സംയുക്ത സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ച സ്പീക്കർ ആരാണ്? എം അയ്യങ്കാർ, എം അനന്തശയനം അയ്യങ്കാർ. അതുകൂടി ഒന്ന് ഓർത്ത് വെച്ചോളൂ ഇതിനോടൊപ്പം. ഇനി നമ്മുടെ ചോദ്യത്തിലേക്ക് കിടക്കാം. പോഷ് ആക്ടിൻ്റെ ഉദ്ദേശം ഇതാണോ? അല്ലേ അല്ല. സ്ത്രീധനം നിരോധിക്കുക എന്നുള്ളത് സ്ത്രീധന നിരോധന നിയമത്തിൻ്റെ ഉദ്ദേശ്യമാണ്. ഇനി നോക്കൂ ബി, സ്ത്രീകളെ ഗാർഹിക പീഡനങ്ങളിൽ നിന്നും സംരക്ഷിക്കുക ആണോ പോഷ് ആക്ടിൻ്റെ? അല്ല. സ്ത്രീകളെ ഗാർഹിക പീഡനങ്ങളിൽ നിന്നും സംരക്ഷിക്കാനാണ് 2005 ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് അഥവാ ഗാർഹിക പീഡന നിരോധന നിയമം പാസാക്കുകയും 2006 ഒക്ടോബർ 26 ആ നിയമം നിലവിൽ വരികയും ചെയ്തത്. അപ്പോൾ ഇതുമല്ല. 3 നോക്കാം. തൊഴിലിടങ്ങളിൽ സ്ത്രീകളെ ലൈംഗികമായി പീഡിപ്പിക്കുന്നതിന് എതിരെ സംരക്ഷണം നൽകുന്ന നിയമം. അതാണ് ഇവിടുത്തെ ഉത്തരം. അപ്പോൾ ഇവിടെ സി ആണ് ഓപ്ഷനായി വരുന്നത്. തൊഴിലിടങ്ങളിൽ സ്ത്രീകളെ ലൈംഗികമായി പീഡിപ്പിക്കുന്നതിനെതിരെ സംരക്ഷണം നൽകുന്ന നിയമമാണ്, സംരക്ഷണം നൽകുക എന്നതാണ് പോഷ് ആക്ട് 2013 പ്രധാനപ്പെട്ട ഉദ്ദേശം. സ്ത്രീകൾക്ക് സാമ്പത്തിക സുരക്ഷ ഉറപ്പു നൽകുക അതൊന്നുമല്ല ഇതിൻ്റെ ഉദ്ദേശം. തൊഴിലിടങ്ങളിൽ സ്ത്രീകൾക്ക് മാന്യമായി തൊഴിൽ ചെയ്യാനുള്ളൊരു സംവിധാനം വരുത്തണം. ഇവിടെ 1-2 കാര്യങ്ങളും കൂടെ നിങ്ങൾ ഓർക്കണം ഈ പോഷ് ആക്റ്റുമായി ബന്ധപ്പെട്ട്. നോക്കൂ, പോഷ് ആക്ടിൻ്റെ രൂപീകരണത്തിലേക്ക് അല്ലെങ്കിൽ അങ്ങനെ ഒരു ആക്ട് പാസ്സാക്കുന്നതിലേക്ക് വഴിതെളിച്ച സുപ്രീം കോടതിയുടെ സുപ്രധാനമായ ഒരു വിധി ഏത് കേസുമായി ബന്ധപ്പെട്ടതാണെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാം. ഏത് കേസിൻ്റെ വിധിയാണ് പോഷ് ആക്ട് പാർലമെൻറ്റ് പാസ്സാക്കുന്നതിലേക്ക് വഴിതെളിച്ചതെന്ന് ചോദിച്ചാൽ 1997 വിശാഖ കേസ്. വിശാഖ ആൻഡ് അതേഴ്സ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് രാജസ്ഥാൻ എന്ന് പറഞ്ഞുകൊണ്ട് 1997 പാസ്സാക്കിയ അല്ലെങ്കിൽ സുപ്രീം കോടതി വിധി പ്രഖ്യാപിച്ചൊരു കേസുണ്ട്, വിശാഖ കേസ്. ആ വിശാഖ കേസിൻ്റെ വിധി പ്രഖ്യാപനത്തിലൂടെ സുപ്രീം കോടതി കുറേ സുപ്രധാനമായ മാർഗനിർദ്ദേശങ്ങൾ മുന്നോട്ട് വച്ചു. തൊഴിലിടങ്ങളിൽ സ്ത്രീകൾ സംരക്ഷിക്കപ്പെടേണ്ടതിൻ്റെ ആവശ്യകതയും അത് എങ്ങനെ ആയിരിക്കണം എന്നും കുറേ മാർഗനിർദ്ദേശങ്ങൾ സുപ്രീം കോടതി മുന്നോട്ട് വച്ചു. അപ്പം വിശാഖ കേസുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി മുന്നോട്ട് വച്ച മാർഗനിർദ്ദേശങ്ങൾ അറിയപ്പെടുന്നത് വിശാഖ മാർഗനിർദ്ദേശങ്ങളെന്നാണ്. ആ വിശാഖ മാർഗനിർദ്ദേശങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ തന്നെയാണ് 2013 ഇന്ത്യൻ പാർലമെൻറ്റ് പ്രിവെൻഷൻ ഓഫ് സെക്ഷൽ ഹരാസ്മെൻറ്റ് ഓഫ് വിമൺ അറ്റ് വർക്ക് പ്ലേസ് എന്ന് പറഞ്ഞുകൊണ്ട് പോഷ് ആക്ട് എന്ന് ചുരുക്കപ്പേരിൽ പറയുന്ന ആ നിയമം പാസ്സാക്കിയത്. തൊഴിലിടങ്ങളിൽ ലൈംഗികമായി സ്ത്രീകൾ നേരിടുന്ന ആക്രമണങ്ങൾ തടയുക എന്നതാണ് ആ നിയമത്തിൻ്റെ ഉദ്ദേശം. ആ നിയമത്തിലേക്ക് വഴിതെളിച്ചത് സുപ്രീം കോടതിയിലെ ഏത് കേസാണെന്ന് ചോദിച്ചാൽ വിശാഖ കേസ്. അല്ലെങ്കിൽ തൊഴിലിടങ്ങളിൽ സ്ത്രീകളെ ലൈംഗികമായി അതിക്രമിക്കുന്നത് തടയുന്നതിന് വേണ്ടിയിട്ട് സുപ്രീം കോടതി മുന്നോട്ട് വെച്ച മാർഗനിർദ്ദേശങ്ങൾ അറിയപ്പെടുന്നത് വിശാഖ മാർഗനിർദ്ദേശങ്ങൾ എന്നുകൂടി ഈ ചോദ്യവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഓർമ്മിച്ച് വച്ചേക്കുക. അപ്പോൾ 2 ചോദ്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായി എന്നുള്ള ഉത്തമ വിശ്വാസത്തോടു കൂടി ഞാൻ 3ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. നോക്കാം നമുക്ക് അടുത്ത ചോദ്യം എന്താണെന്ന്. കേരള വനിതാ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് അഥവാ പ്രസ്താവനകളേത്? കേരള സ്റ്റേറ്റ് വിമൺ കമ്മീഷനാണ് നമ്മൾ പറയുന്നത്. കേരള വനിതാ കമ്മീഷനുമായി ബന്ധപ്പെട്ട് 1996 AK ആൻ്റണി മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ആദ്യ കമ്മീഷൻ രൂപീകരിച്ചു. ശരിയാണോ? എന്നാണിത് രൂപീകരിച്ചത്? 1996 തന്നെയാണ്. മാർച്ച് മാസം, അതും കൂടി നിങ്ങൾ ഓർക്കണം, മാർച്ച് മാസം 14-ാം തീയതി 1996 മാർച്ച് 14-ാം തീയതിയാണ് കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ നിലവിൽ വരുന്നത്. ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി സ്ഥാപനമാണ്. എന്തുകൊണ്ട്? കേരള നിയമസഭയിൽ 1995 പാസാക്കിയ കേരള വനിതാ കമ്മീഷൻ ആക്ട് പ്രകാരമാണ് കേരളത്തിൽ സംസ്ഥാന വനിതാ കമ്മീഷൻ 1996 മാർച്ച് 14-ന് നിലവിൽ വരുന്നത്. ആ സമയത്ത് തീർച്ചയായിട്ടും നമ്മുടെ മുഖ്യമന്ത്രി ആര് തന്നെയായിരുന്നു? AK ആൻ്റണി തന്നെയായിരുന്നു. അപ്പോൾ അത് പോയിൻ്റ് ശരിയാണ്. നമുക്ക് വേണ്ടത് ശരിയായ പ്രസ്താവനയാണ്. അപ്പോൾ അത് ശരിയാണ്. 2ാമത്തെ പോയിന്റ് ശ്രദ്ധിക്കുക. ആദ്യത്തെ അധ്യക്ഷ സുഗതകുമാരി ആയിരുന്നു. കറക്റ്റാണ്, അബ്സല്യൂട്ട്ലി റൈറ്റ് അല്ലേ? ഫസ്റ്റ് ചെയർപേഴ്സൺ, കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ്റെ ആദ്യ ചെയർപേഴ്സൺ സുഗതകുമാരി ടീച്ചർ തന്നെയായിരുന്നു അതിൻ്റെ അധ്യക്ഷയായിരുന്നു. അപ്പോൾ അതും ശരിയാണ്. ഇപ്പോഴത്തെ അധ്യക്ഷ ശ്രീമതി P. സതീദേവിയാണ്.
ശരിയല്ലേ? കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ്റെ നിലവിലെ ചെയർപേഴ്സൺ സതീദേവി തന്നെയാണ്, പി സതീദേവി തന്നെയാണ്. അപ്പോൾ അതും ശരി. 1 ശരി, 2 ശരി, 3 ശരി. ജസ്റ്റിസ് ഡി ശ്രീദേവി കേരള വനിതാ കമ്മീഷൻ്റെ അധ്യക്ഷ സ്ഥാനം 2 തവണ വഹിച്ചിട്ടുണ്ട്. ശരിയാണ്. കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ്റെ അധ്യക്ഷയായി 2 തവണ ആ സ്ഥാനം വഹിച്ചിട്ടുള്ളത് ഡി ശ്രീദേവി തന്നെയാണ്. അപ്പോൾ ഇത് 4ഉം ശരിയായ പ്രസ്താവനയാണ്. എ കെ ആൻ്റണി തന്നെയായിരുന്നു ആ സമയത്ത് മുഖ്യമന്ത്രിയായിരുന്നത്. അവിടെ 1-2 ചോദ്യങ്ങളും കൂടി. കേരള സംസ്ഥാന വനിതാ കമ്മീഷന് വേണ്ടി നിയമം എഴുതി തയ്യാറാക്കിയത് ആരെന്ന് ചോദിച്ചാൽ KR ഗൗരിയമ്മയാണ്. കേരള സംസ്ഥാന വനിതാ കമ്മീഷന് വേണ്ടി നിയമോപദേശം നൽകിയത് ആരെന്ന് ചോദിച്ചാൽ അത് VR കൃഷ്ണയ്യരാണ്. VR കൃഷ്ണയ്യർ, സുബ്രഹ്മണ്യം പോറ്റി തുടങ്ങിയവരാണ് ഇതിന് വേണ്ടുന്ന നിയമോപദേശം നൽകിയത്. എങ്കിലും അവിടെ പേര് കൂടുതൽ ഓർക്കേണ്ടത് VR കൃഷ്ണയ്യർ. ഇന്ത്യ കണ്ട ഏറ്റവും നല്ല ഒരു നിയമജ്ഞന്മാരിൽ ഒരാളായ VR കൃഷ്ണയ്യരാണ് കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് നിയമോപദേശം നൽകിയ പ്രധാനപ്പെട്ട വ്യക്തി. പരീക്ഷയ്ക്ക് വേണമെങ്കിൽ ചോദിക്കാം. ക്ലിയർ അല്ലേ? ഇനി നോക്കൂ, കേരള സംസ്ഥാന വനിതാ കമ്മീഷനുമായി ബന്ധപ്പെട്ടതാണ്. ഇവിടെ ഇതൊന്ന് നിങ്ങൾ ഈ 2, 3 ഈ പോയിന്റുകൾ വളരെ ശ്രദ്ധയോടുകൂടി ഓർക്കണം. ഇത് പരീക്ഷയ്ക്ക് സ്ഥിരം ചോദിക്കുന്നതാണ്. കേരള സംസ്ഥാനത്തെ വനിതാ കമ്മീഷൻ്റെ ആദ്യ അധ്യക്ഷ ആരെന്ന് ചോദിച്ചാൽ സുഗതകുമാരി, നിലവിലെ അധ്യക്ഷ സതീദേവിയാണ്. ക്ലിയർ അല്ലേ? കേരള സംസ്ഥാന വനിതാ കമ്മീഷനിൽ എത്ര അംഗങ്ങളുണ്ട് എന്ന് ചോദിച്ചാൽ ചെയർപേഴ്സൺ ഉൾപ്പെടെ 5 അംഗങ്ങൾ. കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ്റെ കാലാവധി എത്ര? ഇതൊക്കെ നമുക്ക് തെറ്റിപ്പോകുന്നതാണ്. കാരണം ദേശീയ വനിതാ കമ്മീഷനിൽ 3 വർഷമേ കാലാവധിയുള്ളൂ. ഇവിടെ 5 വർഷമാണ് കാലാവധി. സംസ്ഥാന വനിതാ കമ്മീഷൻ്റെ കാലാവധി 5 വർഷമാണ്. ഇത്രയും കാര്യങ്ങളും കൂടി ഈ ചോദ്യവുമായി ബന്ധപ്പെട്ട് ഓർക്കുക. ഇവിടെ ഇപ്പം പ്രസ്താവന എല്ലാം കറക്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് ആൻസർ എന്താണ്? ബി ഓപ്ഷനാണ്. 1, 2, 3, 4 ബി ഓപ്ഷനാണ് ഇവിടെ ആൻസറായി വരുന്നത്. ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് നമുക്കൊന്ന് പോകാം. എന്താണ് അടുത്ത ചോദ്യം എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഗാർഹിക പീഡന നിരോധന നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഗാർഹിക പീഡനത്തിൻ്റെ പരിധിയിൽ വരാത്തത് താഴെ പറയുന്നതിൽ ഏതാണ്? ഗാർഹിക പീഡനം എന്ന് കേൾക്കുമ്പം നമ്മുടെ മനസ്സിൽ വരുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ്? അതിൽ ഉൾപ്പെടാത്തത് വല്ലതും ഇതിനകത്തുണ്ടോ എന്നാണ് ചോദ്യം. നോക്കൂ, ശാരീരിക പീഡനം ഒന്നാമത്തെ പോയിന്റിൽ പറയുന്നത്. ശാരീരിക പീഡനം ഗാർഹിക പീഡനത്തിൽ ഉൾപ്പെട്ടതാണോ? ആണ്. ഒരു പെൺകുട്ടിയെ ആ വീട്ടിൽ ഉള്ള ആരെങ്കിലും ശാരീരികമായി ഉപദ്രവിക്കുന്നുവെങ്കിൽ, ഇപ്പോൾ വിവാഹിതയായ കുട്ടിയാണെങ്കിൽ ചിലപ്പോൾ ഭർത്താവോ ഭർത്താവിൻ്റെ ബന്ധുക്കളോ ആരെങ്കിലും ഉപദ്രവിക്കുന്നു എങ്കിൽ, അത് ശാരീരികമായി ഉപദ്രവിക്കുന്നുവെങ്കിൽ അത് ഗാർഹിക പീഡനത്തിൻ്റെ പരിധിയിൽ പെട്ടത് തന്നെയാണ്. അടുത്ത് നോക്കൂ, വൈകാരികമായ പീഡനം, ഇമോഷണൽ അബ്യൂസ് എന്ന് പറയും. വൈകാരികമായ പീഡനം ശരീരത്തിൽ തൊടുന്നില്ല, പക്ഷെ അതിനേക്കാളും ക്രൂരമായിട്ട് മാനസികമായി തളർത്തുന്ന രീതിയിൽ, വൈകാരികമായി തളർത്തുന്ന രീതിയിൽ ആ പെൺകുട്ടിയെക്കുറിച്ച് വളരെ മോശമായി സംസാരിക്കുന്നു. ആ കുട്ടിയുടെ രക്ഷിതാക്കളെക്കുറിച്ചും ആ കുട്ടിയുടെ കുടുംബ പശ്ചാത്തലത്തെക്കുറിച്ചും ഒക്കെ ഇങ്ങനെ വളരെ മ്ലേച്ഛമായ രീതിയിലൊക്കെ സംസാരിച്ച് ഇമോഷണലായിട്ട് അതിനെ, ചിലപ്പോൾ ആ കുട്ടി വിവാഹിതയായതിനു ശേഷം ഒരു 2-3 വർഷം കഴിഞ്ഞിട്ടുണ്ടാകും, ഇതുവരെ ഒരു കുഞ്ഞുങ്ങളൊന്നും ഉണ്ടായിട്ടുണ്ടാവില്ല. ചിലപ്പോൾ അത് ആ ഭാര്യയും ഭർത്താവും കൂടെ തീരുമാനം എടുത്തായിരിക്കാം ഉടനെ കുഞ്ഞുങ്ങൾ വേണ്ട എന്ന്. പക്ഷേ അതിൻ്റെയും കുറ്റം ഈ സ്ത്രീയുടെ മേൽ ചുമത്തിക്കൊണ്ട് അവർ പ്രസവിക്കാത്ത സ്ത്രീയാണെന്നും, ഇനി ഒരുപക്ഷെ അതിനെന്തെങ്കിലും തകരാറുണ്ടായിരിക്കാം, എന്നാൽ പോലും മാനസികമായിട്ട് വൈകാരികമായിട്ട് അതെല്ലാം പറഞ്ഞ് ആ കുട്ടിയെ പീഡിപ്പിക്കുന്നത് തീർച്ചയായിട്ടും ഗാർഹിക പീഡനം തന്നെയാണ്. അപ്പോൾ അതും അതിൽപ്പെടുന്നതാണ്. ചില ആളുകൾ പറയുമല്ലോ, ഇപ്പോൾ ഏതെങ്കിലും കുട്ടി ഗാർഹിക പീഡനത്തിന് ഇരയായി എന്ന് പറയുമ്പോൾ അതിൻ്റെ കാരണക്കാരായി പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ആൾക്കാർ പറയുന്നത് ഞങ്ങൾ അവളുടെ ശരീരത്ത് തൊട്ടിട്ടില്ല എന്ന് പറയാറുണ്ട്. ശരിയാണ്, ശരീരത്ത് തൊട്ട് കാണില്ല, വേണ്ട. അതിനേക്കാൾ മൂർച്ചയേറിയ നാവ് കൊണ്ടാണ് ആക്രമിച്ചത് ഈ കുട്ടിയെ. എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു, അതിനെ വൈകാരികമായിട്ട് തളർത്തുന്ന രീതിയിൽ സംസാരിച്ചു. തീർച്ചയായിട്ടും ഗാർഹിക പീഡനം തന്നെയാണ്, അതും അതിൽപ്പെടുന്നത് തന്നെയാണ്. സാമ്പത്തിക പീഡനം നോക്കൂ, ഇക്കണോമിക് അബ്യൂസ് എന്ന് പറഞ്ഞാൽ ഈ കുട്ടി ചിലപ്പോൾ ഏതെങ്കിലും ജോലി ചെയ്യുന്ന
ജോലി ചെയ്ത് ശമ്പളം വാങ്ങുന്ന ഒരു 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 കുട്ടിയായിരിക്കാം. അതിൻ്റെ കയ്യിൽ നിന്ന് ശമ്പളമൊക്കെ പിടിച്ച് വാങ്ങിക്കുക, അല്ലെങ്കിൽ തന്നെ അതിന് ആവശ്യമായിട്ടുള്ള ചിലവിന് ഉള്ള കാര്യങ്ങൾ കൊടുക്കാതിരിക്കുക. ഇങ്ങനെയൊക്കെയുള്ള സാമ്പത്തിക ചൂഷണവും ഗാർഹിക പീഡനത്തിൽപ്പെട്ടത് തന്നെയാണ്. അടുത്ത എന്താണ്? ലൈംഗിക പീഡനം, സെക്ഷൽ ഹരാസ്മെൻറ്റ്. തീർച്ചയായിട്ടും അതും ഗാർഹിക പീഡനത്തിൽപ്പെട്ടതാണ്. അപ്പോൾ ഇത് എല്ലാം ഗാർഹിക പീഡനത്തിൽപ്പെട്ടതാണ്. സൂചന 1, സൂചന 2, 3 എല്ലാം, സൂചന 1, 2, 3, 4 എല്ലാം. അപ്പോൾ ഇവിടെ ആൻസർ എന്താണ്? എല്ലാ സൂചനകളും പീഡനത്തിൻ്റെ പരിധിയിൽ വരുന്നതാണ്. ഇതാണ് ആൻസർ. ഡി ആണ് ഇവിടെ ഓപ്ഷൻ വരുന്നത്. അപ്പം നിങ്ങൾ ഓർക്കണം, ഡൊമസ്റ്റിക് വയലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇക്കണോമിക് അബ്യൂസ് ആകാം, ഫിസിക്കലാകാം, മെൻ്റലാകാം, ഇമോഷണലാകാം, സെക്ഷുവലാകാം. ഇത് ഏത് തരത്തിലുള്ള പീഡനവും ഗാർഹിക പീഡനത്തിൻ്റെ പരിധിയിൽ പെടുന്നത് തന്നെയാണ് എന്ന് ഓർക്കണം. ഇത് പ്രീവിയസ് ചോദ്യമാണ്, ഒരുപാട് തവണ പരീക്ഷയ്ക്ക് ആവർത്തിച്ച ചോദ്യമാണ്. അപ്പോൾ ഓർക്കണം, ഇത് എല്ലാത്തരം പീഡനങ്ങളും ഗാർഹിക പീഡനത്തിൻ്റെ പരിധിയിൽ വരുന്നതാണ് ഈ നിയമപ്രകാരം. നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് നമുക്കൊന്ന് പോകാം. എന്താണ് ഇവിടെ പറയുന്നത്? മുത്തലാഖ് നിരോധിച്ചുകൊണ്ട് സുപ്രീം കോടതി വിധി പുറപ്പെടുവിച്ചത് ഏത് കേസിലാണ്? ട്രിപ്പിൾ തലാഖ്. നിങ്ങൾ കേട്ടിട്ടില്ലേ? മുത്തലാഖ് 3 പ്രാവശ്യം മൊഴി ചൊല്ലി ബന്ധം ഒഴിവാക്കുന്നത്. മനസ്സിലാകുന്നുണ്ടല്ലോ? ഇത് നമ്മുടെ ശരീഅത്ത് നിയമപ്രകാരമൊക്കെ ചെയ്യുന്ന കാര്യമാണ് എന്നാണ് വാദിക്കുന്നത്. പക്ഷേ ഇത് ഒരു പരിധി വിട്ട്, ഇത് യാതൊരു മനുഷ്യത്വവും ഇല്ലാത്ത രീതിയിൽ, തീരെ മനുഷ്യത്വരഹിതമായ രീതിയിലൊക്കെ ഒരു പെൺകുട്ടിയെ മൊഴി ചൊല്ലി ഉപേക്ഷിച്ച് പോകുന്ന സമ്പ്രദായം ഒരുപാട് ആവർത്തിക്കപ്പെട്ടപ്പോഴാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ കോടതിയുടെ ഇടപെടലുകൾ ഉണ്ടായത്. അപ്പോൾ ഒരു മുത്തലാഖ് നിരോധിച്ചുകൊണ്ട് സുപ്രീം കോടതി വിധി പ്രഖ്യാപിച്ചത് ഏത് കേസിലാണെന്ന് ചോദിച്ചാൽ, ഇവിടെ പറയുന്ന 4 കേസുകളും പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾ ഓർക്കണം. ഷബാനു കേസ് 1985, ഷൈറാ ബാനു കേസ് 2017, പുട്ടസ്വാമി കേസ്, KS പുട്ടസ്വാമി കേസ് 2017, നവതേജ് സിംഗ് ജോഹാർ കേസ് 2018. ഇതിലെ ഏത് കേസിലാണ് മുത്തലാഖ് നിരോധിച്ചുകൊണ്ട് സുപ്രീം കോടതി വിധി പ്രഖ്യാപിച്ചത്? ഒരു സംശയവും വേണ്ട, ബി ഓപ്ഷൻ തന്നെയാണ്, ഷൈറാ ബാനു കേസ്. അവിടെ 1-2 കാര്യങ്ങൾ ഓർക്കണം. ബാക്കി കേസുകളിലൂടെ ഞാൻ പറയാം. ആദ്യം ഇതിൽ ഓർക്കേണ്ടുന്ന കാര്യങ്ങൾ ഓർക്കുക. ഇന്ത്യയിൽ മുത്തലാഖ് നിരോധിച്ചുകൊണ്ട് സുപ്രീം കോടതി വിധി പുറപ്പെടുവിച്ചത് ഏത് കേസിലാണ്? ഷൈറാ ബാനു കേസ്. ഷൈറാ ബാനു കേസ് 2017, കൃത്യമായി പറഞ്ഞാൽ 2017 ഓഗസ്റ്റ് 22-നാണ് ഈ വിധി നിലവിൽ വന്നത്. സുപ്രീം കോടതിയുടെ വിധി, ഇതുമായി ബന്ധപ്പെട്ട വിധി നിലവിൽ വന്നത് 2017 ഓഗസ്റ്റ് മാസം 22. ഇനി നോക്കൂ, ഈ വിധിയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യ ഗവൺമെൻറ് മുത്തലാഖ് ക്രിമിനൽ കുറ്റമായി പ്രഖ്യാപിച്ചു എന്ന്. ഇന്ത്യയിൽ മുത്തലാഖ് ക്രിമിനൽ കുറ്റമായി നിലവിൽ വന്നത് എന്ന് ചോദിച്ചാൽ 2019 ഓഗസ്റ്റ് മാസം 1-ാം തീയതിയാണ്. നോക്കൂ, 2019 ഓഗസ്റ്റ് 1-ന് ഈ നിയമം, ഇത് ക്രിമിനൽ കുറ്റകൃത്യമായി ഇന്ത്യ ഗവൺമെൻറ് പ്രഖ്യാപിച്ചു. ഏത് വിധിയുടെ അടിസ്ഥാനത്തിൽ? ഷൈറാ ബാനു കേസ് വിധിയുടെ അടിസ്ഥാനത്തിൽ. ഒരു ചോദ്യവും കൂടെ, മുത്തലാഖ് നിരോധനം നടപ്പിലാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം എന്ന് വെച്ചാൽ ഉത്തർപ്രദേശാണ്. ഉത്തർപ്രദേശാണ് ഈ നിയമം, മുത്തലാഖ് നിരോധന നിയമം ആദ്യമായി നടപ്പിലാക്കിയ സംസ്ഥാനം. അത്രയും കാര്യങ്ങൾ ഇവിടെ ഒന്ന് ഓർമ്മിച്ചോളൂ. ഞാൻ ഒന്നുകൂടെ പറയാം. 2017 ഷൈറാ ബാനു കേസിലൂടെയാണ് ഇന്ത്യയിൽ മുത്തലാഖ് നിരോധിച്ചുകൊണ്ട് സുപ്രീം കോടതി വിധി പുറപ്പെടുവിച്ചത് എന്ന് 2017 ഓഗസ്റ്റ് 22-ന്. ആ വിധിയുടെ അടിസ്ഥാനത്തിൽ 2019 ഓഗസ്റ്റ് 1-ാം തീയതി ആയപ്പോൾ ഇന്ത്യ ഗവൺമെൻറ് മുത്തലാഖ് ക്രിമിനൽ കുറ്റമായി പ്രഖ്യാപിച്ചു. മുത്തലാഖ് നിരോധനം നടപ്പിലാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഉത്തർപ്രദേശാണ്. ഇത്രയും ചോദ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഓർത്തോളൂ. ഇനി നോക്കൂ, ഈ ചോദ്യം വരുമ്പോൾ മുത്തലാഖ് നിരോധിച്ചുകൊണ്ട് സുപ്രീം കോടതി വിധി പുറപ്പെടുവിച്ചത് ഏത് കേസെന്ന് പറയുമ്പോൾ ഈ 2 കേസുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാൻ സാധ്യതയുണ്ട്. കാരണം സമാനമായ പേരാണ്, ഷബാനു കേസ്. ഷബാനു കേസ് എന്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 1985 ഷബാനു കേസിൻ്റെ വിധി എന്ന് പറയുന്നത്, മൊഴി ചൊല്ലപ്പെട്ട മുസ്ലിം വനിതയ്ക്ക് മുൻ ഭർത്താവ് ജീവനാംശം നൽകിയിരിക്കണം എന്ന് സുപ്രീം കോടതി വിധിച്ച കേസാണ്.
മൊഴി ചൊല്ലി പൊടിയും തട്ടി പോകാൻ പറ്റില്ല, ചിലവിന് കൊടുക്കണം. മനസ്സിലാകുന്നുണ്ടല്ലോ? കല്യാണമൊക്കെ കഴിച്ച് ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഉപേക്ഷിച്ച് പോവുകയാണ്. പിന്നെ ഇങ്ങനെ ഒരു ഉണ്ടായിരുന്നതായിട്ട് പോലും ഓർക്കാതെ വേറെ കല്യാണവും കഴിച്ച് സുഖമായിട്ട് അങ്ങ് ജീവിക്കുന്നു ചില മനുഷ്യർ. അത് നടക്കില്ല. ഈ സ്ത്രീക്ക് ചെലവിന് കൊടുക്കാൻ ആ മുൻ ഭർത്താവ് ബാധ്യസ്ഥനാണ് എന്ന് സുപ്രീം കോടതി വിധിച്ചതാണ് ഷബാനു കേസ്. അപ്പോൾ മൊഴി ചൊല്ലപ്പെട്ട മുസ്ലിം വനിതയ്ക്ക് മുൻ ഭർത്താവ് ജീവനാംശം നൽകണം എന്ന് സുപ്രീം കോടതി വിധി പ്രഖ്യാപിച്ചത് ഏത് കേസിലെന്ന് പറഞ്ഞാൽ ഷബാനു കേസ്. ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവില്ലല്ലോ. ഇനി അടുത്ത നോക്കൂ, KS പുട്ടസ്വാമി കേസ് 2017. പുട്ടസ്വാമി കേസിൽ എന്താണെന്നറിയാമോ? അതായത് സ്വകാര്യത മൗലിക അവകാശമായി പ്രഖ്യാപിച്ചതാണ് ഈ കേസിൽ. പ്രൈവസി എന്തായി മാറി? ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആയി മാറി. അപ്പോൾ സ്വകാര്യത പൗരൻ്റെ മൗലികാവകാശമായി സുപ്രീം കോടതി വിധിച്ചത് ഏത് കേസിലെന്ന് ചോദിച്ചാൽ 2017 KS പുട്ടസ്വാമി കേസിലാണ്. സ്വകാര്യത മൗലികാവകാശമായി. അപ്പോൾ ഏത് ആർട്ടിക്കിളിൻ്റെ ഭാഗമായിട്ടാണ് ഇത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? 21-ാം ആർട്ടിക്കിൾ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആർട്ടിക്കിൾ അല്ലേ? ജീവിക്കാനുള്ള അവകാശം, ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനും സംരക്ഷണം ലഭിക്കുന്ന വകുപ്പല്ലേ 21. ആ 21-ൽ ജീവിക്കാനുള്ള അവകാശത്തിൻ്റെ ഭാഗമായി സ്വകാര്യത കൂടി ഉൾപ്പെടുത്തി. അപ്പോൾ എല്ലാ മനുഷ്യർക്കും സ്വകാര്യതയോടുകൂടി ജീവിക്കാൻ, സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാൻ, ഒപ്പം സ്വകാര്യത സംരക്ഷിക്കുവാനുമുള്ള അവകാശമുണ്ട്. അത് വെറും അവകാശമല്ല, ഇപ്പം മൗലിക അവകാശമാണ്. ഏത് കേസിലൂടെ? പുട്ടസ്വാമി കേസിലൂടെ. ജസ്റ്റ് ഓർത്ത് വയ്ക്കുക, വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആ കേസിലുള്ള വിധി പരീക്ഷയ്ക്ക് ചോദിക്കാം. അടുത്ത നോക്കൂ, 2018 നവതേജ് സിംഗ് ജോഹാർ കേസ്. എന്താണെന്നറിയാമോ? അതായത് സ്വവർഗരതി നിയമവിധേയമാക്കിയ കേസാണ്. ഇന്ത്യയിൽ സ്വവർഗരതി നിയമവിധേയമാക്കിയ കേസാണ് ഏത്? നവതേജ് സിംഗ് ജോഹാർ കേസ്. പരീക്ഷയ്ക്ക് ചോദിക്കാം. അതായത് നമ്മളെ സ്വവർഗരതി അത് നിയമവിധേയമായി. വാസ്തവത്തിൽ അത് നിയമവിരുദ്ധമായിരുന്നു. സ്വവർഗരതി ക്രിമിനൽ കുറ്റമായിരുന്നു. IPC 377 വകുപ്പ് പ്രകാരം അൺനാച്ചുറൽ സെക്സ് എന്ന് പറയുന്നത് വലിയ ക്രിമിനൽ കുറ്റമായിട്ട് IPCയിൽ രേഖപ്പെടുത്തിയിരുന്നതാണ്. ആ വകുപ്പിനെയാണ് ഈ വിധിയിലൂടെ മാറ്റിയത്. അപ്പോൾ പരീക്ഷയ്ക്ക് വേണമെങ്കിൽ അങ്ങനെ ചോദിക്കാം, IPCയുടെ ഏത് സെക്ഷനാണ് നവതേജ് സിംഗ് ജോഹാർ കേസിലൂടെ റദ്ദാക്കപ്പെട്ടതെന്ന് വെച്ചാൽ 377 വകുപ്പാണ്. 377 വകുപ്പിൽ അൺനാച്ചുറൽ സെക്സിനെ കുറിച്ച് പറയുന്നത്, അല്ലെങ്കിൽ പ്രകൃതി വിരുദ്ധ പ്രവർത്തനങ്ങളെക്കുറിച്ച് പറയുന്നതാണ്. അതായത് പുരുഷനും തമ്മിൽ വിവാഹിതരായാൽ, സ്ത്രീയും തമ്മിൽ വിവാഹിതരായാൽ അത് അൺനാച്ചുറലാണ്, അത് ക്രിമിനലാണ് എന്ന ഒരു നിയമം നിലനിന്നിരുന്നു നമ്മുടെ IPCയുടെ സെക്ഷൻ 377 പ്രകാരം. അതിനെ മാറ്റിക്കൊണ്ട് സുപ്രീം കോടതി പറഞ്ഞു അങ്ങനെയല്ല, സ്വവർഗരതി നിയമപരമാണ്. സ്വവർഗരതി നിയമവിധേയമാക്കിക്കൊണ്ട് സുപ്രീം കോടതി വിധി പുറപ്പെടുവിച്ചത് ഏത് കേസിലാണ്? നവതേജ് സിംഗ് ജോഹാർ കേസ് 2018. ഈ വിധിയുടെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യൻ പാർലമെൻറ്റ് 2019 സുപ്രധാനമായൊരു നിയമം പാസ്സാക്കിയത്. ഏത് നിയമമാണെന്നറിയാമോ? ട്രാൻസ്ജെൻഡേഴ്സ് പ്രൊട്ടക്ഷൻ ആക്ട്. ട്രാൻസ്ജെൻഡേഴ്സ് വിഭാഗത്തിൽപ്പെട്ട, അതായത് ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, തേർഡ് ജെൻഡറായിട്ട് നമ്മൾ അംഗീകരിച്ചിരിക്കുന്നു അവരെ. അതായത് മൂന്നാം ലിംഗക്കാർ, സ്ത്രീയെന്നും പുരുഷനെന്നും പറയുന്ന 2 ജെൻഡറല്ലേ നേരത്തെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം തേർഡ് ജെൻഡറായിട്ട് അവരെ കൂടി അംഗീകരിച്ചിരിക്കുന്നു. അപ്പോഴവരുടെ സംരക്ഷണം ഒരു ജനാധിപത്യ രാജ്യത്ത്, അതായത് ഒരു ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്വമാണ് എന്ന കാഴ്ചപ്പാടിൽ 2019 ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഇന്ത്യൻ പാർലമെൻറ്റ് ഒരു നിയമം പാസ്സാക്കിയത്. ഏത് കേസിൻ്റെ വിധിയുടെ പ്രേരണ ഉൾക്കൊണ്ടുകൊണ്ടാണെന്നൊക്കെ പരീക്ഷയ്ക്ക് ചോദിച്ചാൽ നവതേജ് സിംഗ് ജോഹാർ കേസ് എന്ന് പറയണം. കാരണം ആ കേസിലൂടെയാണ് സ്വവർഗരതി നിയമവിധേയമാക്കി മാറ്റിയത്. ക്ലിയർ അല്ലേ? അപ്പോൾ അടുത്ത ചോദ്യം നമുക്ക് എന്താണെന്ന് നോക്കാം. അടുത്ത ചോദ്യം നോക്കാം നമുക്ക്. ഇത് ഇച്ചിരി ലെങ്തി ആയിട്ടുള്ളൊരു ചോദ്യമാണ്. പ്രീവിയസ് ചോദ്യമാണ്. ഇത് ഒരുപാട് പേർക്ക് ആശയക്കുഴപ്പമുണ്ടായൊരു ചോദ്യമാണ്. അതുകൊണ്ടാണ് ഞാൻ ആ ചോദ്യം കൂടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കണം. ആ ചോദ്യം ഒന്ന് വായിച്ചു നോക്കൂ. 61 വയസ്സുള്ള A എന്ന വിഭാര്യനായ വ്യക്തി, വിഭാര്യൻ എന്ന് പറഞ്ഞാൽ ഭാര്യയില്ല, ഭാര്യ മരിച്ചുപോയി ആ വ്യക്തിയാണ് എന്ന് വിചാരിക്കുക. ഭാര്യ മരിച്ച് അങ്ങനെ വേറെ ഒറ്റയ്ക്ക് താമസിക്കുന്ന മനുഷ്യനാണ്. 61 വയസ്സ് ഉള്ള A എന്ന വിഭാര്യനായ വ്യക്തി തൻ്റെ മക്കളായ X,
എക്സ് ആരാണ്? പുരുഷൻ 31 വയസ്സായ മകൻ. വൈ സ്ത്രീയാണ്, വിവാഹിതയാണ്, 28 വയസ്സ് പ്രായമാണ്, മകനുമായി മകളുമായി. ക്ലിയർ അല്ലേ? ഇനി നോക്കൂ, ഇസഡ് ആൺകുട്ടി, ഒരു ആൺകുട്ടിയുണ്ട്, അവന് വയസ്സ് 15 വയസ്സേ ഉള്ളൂ, 15 വയസ്സ്. എന്നിവർക്കായി തൻ്റെ സ്വത്ത് സമ്പാദ്യങ്ങൾ മുഴുവൻ തുല്യമായി വീതിച്ച് നൽകിയിരിക്കുകയാണ്. വ്യക്തമായി മനസ്സിലാക്കണം. അതായത് 61 വയസ്സ് പ്രായമുള്ള വിഭാര്യനായ, ഭാര്യ ഇല്ലാത്ത അല്ലെങ്കിൽ ഭാര്യ നഷ്ടപ്പെട്ട ഒരു മനുഷ്യൻ തൻ്റെ സ്വത്ത് തൻ്റെ 3 മക്കൾക്കുമായി തുല്യമായി വീതിച്ച് നൽകിയിരിക്കുന്നു. ആ 3 മക്കൾ ആരാണ്? ഒരു പുരുഷൻ 31 വയസ്സ് പ്രായമുള്ള, ഒരു സ്ത്രീ, വിവാഹിതയായ സ്ത്രീ 28 വയസ്സ് പ്രായം വരുന്നു, 15 വയസ്സായ ഒരു ഇളയ ആൺകുട്ടിയുണ്ട്. അയാൾക്ക് 3 പേർക്കായിട്ട് സ്വത്ത് വീതിച്ച് കൊടുത്തിരിക്കുന്നു. ഇനി അങ്ങനെ നൽകിയിട്ടുണ്ടെങ്കിൽ സ്വയം പരിപാലിക്കാൻ വയ്യാത്ത അവസ്ഥയിൽ, ഇപ്പം ഈ 61 വയസ്സായ ഈ വയോധികന് അയാൾക്ക് സ്വയം പരിപാലിക്കാൻ വയ്യാത്തൊരവസ്ഥയിലേക്കായി മാറി, വാർദ്ധക്യം ബാധിച്ച്, അസുഖങ്ങൾ ബാധിച്ച്, ഇനി ആരുടെയെങ്കിലും ആശ്രയമില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയാത്തൊരവസ്ഥയിൽ നിൽക്കുന്നു. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തെ പരിപാലിക്കാനുള്ള കടമ ആർക്കാണ്? നല്ല ചോദ്യമാണ്. ഈ 3 മക്കളിൽ ആർക്കാണ് ഇദ്ദേഹത്തിൻ്റെ ഈ വയ്യാഴികയിൽ, ഇദ്ദേഹത്തിന് സ്വയം പരിപാലിക്കാൻ കഴിയാത്തൊരവസ്ഥയിൽ ആരാണ് ഇദ്ദേഹത്തെ പരിപാലിക്കേണ്ടതെന്നാണ് ഇവിടുത്തെ ചോദ്യം. ഇവിടെ ഉത്തരം ഏതാണെന്ന് കണ്ടുപിടിക്കുക. എയിൽ പറയുന്നത് എക്സിന് മാത്രം, അതായത് പുരുഷൻ, 31 വയസ്സുള്ള പുരുഷനായ മകന് മാത്രമാണ് ഇയാളെ സംരക്ഷിക്കാൻ, ഈ പിതാവിനെ സംരക്ഷിക്കാൻ ബാധ്യതയുള്ളതെന്നാണ് പറയുന്നത്. ശരിയാണോ? അല്ല. രണ്ടാമത്തെ നോക്കാം, എക്സിനും വൈക്കും തുല്യമായി ഉത്തരവാദിത്വമുണ്ട്. അതല്ലേ ശരി? അതാണ് ഇവിടെ ശരിയായി വരുന്നത്. എന്തുകൊണ്ടെന്നറിയോ? ഈ എക്സും വൈയും പ്രായപൂർത്തിയായി കഴിഞ്ഞ 2 മക്കളാണ്. അവർക്ക് തീർച്ചയായിട്ടും അച്ഛനെ സംരക്ഷിക്കാനുള്ള കടമയുണ്ട്. ഇവിടെ സി ഓപ്ഷൻ എക്സിനും വൈക്കും ഇസഡിനും തുല്യമായി. ഇസഡിൻ്റെ കാര്യം ഇവിടെ നമുക്ക് പറയാൻ പറ്റില്ല, കാര്യം അയാൾ പ്രായപൂർത്തിയാകാത്ത വ്യക്തിയാണ്, 15 വയസ്സേ പ്രായമുള്ളൂ, അയാൾക്ക് ഉത്തരവാദിത്വമില്ല. പ്രായപൂർത്തിയായ മക്കൾക്കാണ് അച്ഛനെയും അമ്മയൊക്കെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വമുള്ളത്. അപ്പോൾ ഇവിടെ പ്രായപൂർത്തിയായ 2 പേരാണ്, 31 വയസ്സായ മകനും 28 വയസ്സായ മകളും. 2 പേർക്കും തുല്യ ഉത്തരവാദിത്വമുണ്ട് ഈ മനുഷ്യനെ സംരക്ഷിക്കുന്നതിന്. ഇവിടെ ആർക്കുമില്ല എന്ന് പറയും. അതല്ല ആൻസർ. ഇവിടെ ആൻസർ വരുന്നത് ബി ആണ് ഓപ്ഷൻ. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് 1-2 കാര്യങ്ങൾ കൂടി നിങ്ങളെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. 2007 ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കിയ സുപ്രധാനമായൊരു നിയമമാണ് മെയിൻ്റനൻസ് ആൻഡ് വെൽഫെയർ ഓഫ് പാരൻസ് ആൻഡ് സീനിയർ സിറ്റിസൺ ആക്ട് എന്ന് പറയുന്നത്. മെയിൻ്റനൻസ് ആൻഡ് വെൽഫെയർ ഓഫ് പാരൻസ് ആൻഡ് സീനിയർ സിറ്റിസൺ ആക്ട്, അതായത് മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണത്തിനും ക്ഷേമത്തിനുമായുള്ള നിയമം 2007 ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കി. സുപ്രധാനമായ നിയമമാണ്. ഈ നിയമത്തിൻ്റെ പ്രത്യേകത എന്തെന്നറിയൂ? 2007 ഈ നിയമം പാസ്സാക്കുന്നത് വരെ മാതാപിതാക്കളെയും മുതിർന്ന പൗരന്മാരെയും സംരക്ഷിക്കാനുള്ള ഒരു വ്യക്തിയുടെ ചുമതല ധാർമ്മികമായ ചുമതല മാത്രമായിരുന്നു. അച്ഛനെ അമ്മയൊക്കെ നോക്കുക എന്ന് പറയുന്നത് ധാർമ്മികമായൊരു ചുമതല. നമ്മൾ പറയുമല്ലോ, അവൻ നോക്കുന്നു, എത്ര നല്ല രീതിയിൽ അച്ഛനും അമ്മയെ നോക്കുന്നു, അല്ലെങ്കിൽ ഒരാൾ തിരിഞ്ഞു നോക്കുന്നില്ല, എന്തൊരു മനുഷ്യൻ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമുക്ക് കളയാമായിരുന്നു. എന്നാൽ 2007 മുതൽ മാതാപിതാക്കളെയും മുതിർന്ന പൗരന്മാരെയും സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം ധാർമ്മികമായ ഉത്തരവാദിത്വം മാത്രമല്ല, നിയമപരമായ ഉത്തരവാദിത്വം കൂടിയായി മാറിയിരിക്കുന്നു. അതാണ് ഈ നിയമത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത. നിയമപരമായ ബാധ്യതയാണ് മക്കൾക്കും ബന്ധുക്കൾക്കും ഈ പ്രായപൂർത്തിയായ മനുഷ്യരെയും അതുപോലെ തന്നെ രക്ഷകർത്താക്കളെയും സംരക്ഷിക്കുക എന്നത് ഈ കാലഘട്ടത്തിലെ ഏറ്റവും പ്രസക്തമായൊരു നിയമമാണ്. നിങ്ങൾ മനസ്സിലാക്കുക. നോക്കൂ, അത്രമാത്രം നമ്മുടെ സാമൂഹ്യ അന്തരീക്ഷം മലീമസമായിരിക്കുന്നു. നിങ്ങൾക്കറിയാം, ഒരു ആയുസ് മുഴുവനും മക്കൾക്ക് വേണ്ടി ജീവിച്ച അച്ഛനും അമ്മയും ഒക്കെ എത്ര നിമിഷം കൊണ്ടാണ് ആർക്കും വേണ്ടാത്തവരായി മാറുന്നത്, എത്ര നിഷ്കരുണമാണ് അവരെ നടതള്ളിക്കളയുന്നത്. അതുകൊണ്ട് ഇത്തരം നിയമങ്ങൾക്ക് വളരെ പ്രസക്തമുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇവിടെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, മാതാപിതാക്കളെയും മുതിർന്ന പൗരന്മാരെയും സംരക്ഷിക്കുന്നതിന് മക്കൾക്കും ബന്ധുക്കൾക്കും നിയമപരമായ ബാധ്യതയുണ്ട്. അവിടെ 1-2 കാര്യങ്ങളൂടെ ഞാൻ ഓർമ്മിപ്പിക്കാം, പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്, ശ്രദ്ധിക്കുക. ഇവിടെ
പ്രായപൂർത്തിയായ മക്കൾ എന്നാണ് പറഞ്ഞു, അവർക്കാണ് ഉത്തരവാദിത്വം എന്ന് പറഞ്ഞു. ഇനി അതിനുമുമ്പ് ഈ നിയമപ്രകാരം 2007 ഈ മാതാപിതാക്കളെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണ നിയമത്തിൽ ആരാണ് മുതിർന്ന പൗരൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് പരീക്ഷയ്ക്ക് സ്ഥിരം ചോദിക്കും. മുതിർന്ന പൗരൻ ആരാണ്? 60 വയസ്സ് പൂർത്തിയായതോ അല്ലെങ്കിൽ 60 വയസ്സോ അതിന് മുകളിലുള്ളതോ ആയ വ്യക്തിയാണ് മുതിർന്ന പൗരൻ. ഇവിടെ ഒരു അബദ്ധം പറ്റും പലർക്കും. ക്വസ്റ്റ്യൻ ഇങ്ങനെ വരും, ആരാണ് മുതിർന്ന പൗരൻ? എന്നിട്ട് ഓപ്ഷനിൽ 60 വയസ്സിന് മുകളിലുള്ളവർ, അടുത്ത ഓപ്ഷനിൽ കിടക്കുന്നു 60 വയസ്സോ അതിന് മുകളിലുള്ളതോ ആയ. നമ്മൾ എന്ത് ചെയ്യുമെന്ന് അറിയുമോ? ആദ്യത്തെ ഓപ്ഷൻ കണ്ടിട്ട് എഴുതി വയ്ക്കും 60 വയസ്സിന് മുകളിലുള്ളവർ. അങ്ങനെയാണ് നമ്മൾ പഠിച്ചു വച്ചിരിക്കുന്നത്. ഇവിടെ ഒരു വലിയ അപകടമുണ്ട്, നിങ്ങൾ മനസ്സിലാക്കണം. 60 വയസ്സിന് മുകളിലുള്ളവർ എന്ന് പറഞ്ഞാൽ 60 വയസ്സായവർ അതിൽ വരുന്നില്ലല്ലോ. 60 വയസ്സിന് മുകളിലുള്ളവരല്ലേ വരുള്ളൂ. അപ്പോൾ അതല്ല, 60 വയസ്സ് പൂർത്തിയായതോ അതിന് മുകളിലുള്ളതോ ആയ വ്യക്തികളാണ് മുതിർന്ന പൗരന്മാർ. പഠിച്ചു വയ്ക്കണം. പലർക്കും അബദ്ധം പറ്റിയ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. നമ്മൾ 60 വയസ്സിന് മുകളിലുള്ളതെന്നാണ് നമ്മുടെ മനസ്സിൽ കിടക്കുന്നത്. അങ്ങനെ ഒരു ഓപ്ഷൻ ഉള്ളുവെങ്കിൽ അത് എഴുതിക്കോളൂ, തെറ്റല്ല. പക്ഷേ അതിനോടൊപ്പം ഇങ്ങനെ ഒരു ഓപ്ഷനും കിടക്കുകയാണെന്ന് വിചാരിക്കുക. ഒരിടത്ത് 60 വയസ്സിന് മുകളിലുള്ളവർ, മറ്റൊരു ഓപ്ഷൻ 60 വയസ്സ് പൂർത്തിയാക്കിയതും അതിന് മുകളിലുമുള്ളതുമായ വ്യക്തി എന്നെങ്കിൽ അതേ എഴുതാവും. മനസ്സിലാകുന്നുണ്ടല്ലോ? അത് വ്യക്തമായി മനസ്സിലാക്കി വെക്കണം. ഇങ്ങനെ ചെറിയ നിസാര കാര്യങ്ങൾ, നമ്മൾ അറിയാവുന്ന കാര്യങ്ങളും തെറ്റിപ്പോകും. അതില്ലാതാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളോട് ഇപ്പോഴും പറയുന്നത് കേട്ടോ. ഇപ്പോഴും തന്നെ അതൊക്കെ മനസ്സിലാക്കി പോകുക. അപ്പോൾ ആരാണ് മുതിർന്ന പൗരൻ? 60 വയസ്സ് പൂർത്തിയായ വ്യക്തിയോ അതിന് മുകളിൽ പ്രായമുള്ളതോ ആയ ആളാണ് മുതിർന്ന പൗരൻ ഈ നിയമപ്രകാരം. ഇനി ഈ നിയമപ്രകാരം മക്കൾ ആരാണ്? അതുകൂടി നിങ്ങളൊന്ന് പഠിച്ചു വെച്ചോളൂ. മക്കൾ എന്ന് പറയുന്നത് ആരാണ്? മകനോ മകളോ പൗത്രനോ പൗത്രിയോ. പവിത്രനല്ല, പൗത്രൻ എന്നാണ് പറഞ്ഞത്. മകനോ മകളോ പൗത്രനോ പൗത്രിയോ എന്ന് പറഞ്ഞാൽ എന്താണ്? മകനോ മകളോ അതെല്ലാവർക്കും അറിയാം. പൗത്രൻ ആരാണ്? മകൻ്റെ മകനോ മകളുടെ മകനോ. പൗത്രിയോ മകൻ്റെ മകളോ മകളുടെ മകളോ. ഇവരെല്ലാം മക്കളാണ്. ക്ലിയർ അല്ലേ? ഈ നിയമത്തിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. മക്കളെന്ന് പറഞ്ഞാൽ ആരാണ്? മകനോ മകളോ പൗത്രനോ പൗത്രിയോ. അപ്പം മുതിർന്ന പൗരൻ ആരാണെന്ന് നമ്മൾ പറഞ്ഞു, മക്കൾ ആരാണെന്ന് പറഞ്ഞു, ബന്ധുക്കൾക്ക് ബാധ്യതയുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഈ നിയമപ്രകാരം ബന്ധുക്കൾ ആര്? അതും കൂടെ ഒന്ന് പഠിച്ചു വയ്ക്കുക. മക്കളൊന്നുമില്ല, ഒരു മുതിർന്ന പൗരന് മക്കളൊന്നുമില്ല. അപ്പോൾ അയാളുടെ കാര്യങ്ങളൊക്കെ നോക്കുന്ന അയാളുടെ ബന്ധുക്കാരാണ്. അപ്പോൾ ആരാണ് ബന്ധുക്കാർ? ഇയാളെ സംരക്ഷിക്കാൻ ഉത്തരവാദിത്തമുള്ള ബന്ധുക്കൾ ആരാണ്? വലിയ പ്രസക്തമായ ചോദ്യമാണ്. നിങ്ങൾ പറയണം, മുതിർന്ന പൗരൻ്റെ സ്വത്ത് വകകൾ കൈവശം വച്ചിരിക്കുന്നതോ മുതിർന്ന പൗരൻ്റെ മരണശേഷം ആ സ്വത്ത് വകകളുടെ അവകാശികളാകുന്നവരോ ആണ് ബന്ധുക്കൾ. അവർക്ക് ഈ പൗരനെ സംരക്ഷിക്കാനുള്ള ബാധ്യതയുണ്ട്, നിയമപരമായി ബാധ്യതയുണ്ട്. അപ്പോൾ ആരാണ് ബന്ധുക്കൾ? മുതിർന്ന പൗരൻ്റെ സ്വത്ത് വകകൾ കൈവശം വച്ചിരിക്കുന്നതോ മുതിർന്ന പൗരൻ്റെ മരണശേഷം ആ സ്വത്ത് വകകളുടെ അവകാശികളായി മാറുകയോ ചെയ്യുന്നവരാണ് ബന്ധുക്കൾ. ആ ബന്ധുക്കൾക്ക് ഈ പൗരനെ സംരക്ഷിക്കാനുള്ള നിയമപരമായ ബാധ്യതയുണ്ട്. അപ്പം മുതിർന്ന പൗരൻ ആരാണെന്ന് ഞാൻ പറഞ്ഞു, മക്കൾ ആരാണെന്ന് പറഞ്ഞു, ബന്ധുക്കൾ ആരാണെന്ന് പറഞ്ഞു. ഇനി എന്താണ് സ്വത്ത്? ഈ നിയമത്തിൽ സ്വത്ത് എന്താണെന്നും പറയുന്നുണ്ട്. അതും കൂടെ നിങ്ങൾ ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്, ഇനിയും ചോദിക്കാൻ സാധ്യതയാണ്. സ്വത്തെന്ന് പറഞ്ഞാൽ മുതിർന്ന പൗരൻ സ്വയം ആർജിച്ചതോ പാരമ്പര്യമായി അയാൾക്ക് ലഭിച്ചതോ ആയ സ്ഥാവര ജംഗമ വസ്തുക്കളാണ് സ്വത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഈ നിയമപ്രകാരം സ്വത്തെന്ന് പറഞ്ഞാൽ എന്താണ്? മുതിർന്ന പൗരൻ ആർജിച്ചിട്ടുള്ളത്, അയാളുടെ ജീവിതത്തിൽ അയാൾ വാങ്ങി കൂട്ടിയിട്ടുള്ള സ്വത്തുകൾ. ഇനി അയാളുടെ മാതാപിതാക്കളൊക്കെ പാരമ്പര്യമായിട്ട് ഇയാൾക്ക് കൊടുത്തതോ. അപ്പോൾ ഒരു മുതിർന്ന പൗരൻ സ്വയം ആർജിച്ചതോ പാരമ്പര്യമായി ലഭിച്ചതോ ആയ സ്ഥാവര ജംഗമ വസ്തുക്കളൊക്കെ എന്താണ്? മൂവബിൾ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി എല്ലാം സ്വത്തിൽപ്പെടുന്നതാണ്. അപ്പോൾ അതും കിട്ടി, ആ ടേമും കിട്ടി. ഇനി എന്താണ് ഈ നിയമത്തിൽ ഹെഡിങ്ങിൽ തന്നെ പറയുന്നത്? സംരക്ഷണം. സംരക്ഷണം എന്ന് പറഞ്ഞാൽ എന്താണ്? ആഹാരം, വസ്ത്രം, പാർപ്പിടം ഇതെല്ലാം നൽകിയിരിക്കണം. അങ്ങനെ നൽകി സംരക്ഷിച്ചിരിക്കണം, അതാണ് സംരക്ഷണം. ഇനി ഒരു ക്ഷേമം എന്നൊരു വാക്കെന്ന് പറഞ്ഞാൽ എന്താണ്? അതെന്താണ്? ആഹാരം, പാർപ്പിടം, വസ്ത്രം, മരുന്നുകൾ ഇവയെല്ലാം നൽകുന്നതിനോടൊപ്പം തന്നെ മാനസികോല്ലാസത്തിനുള്ള കാര്യങ്ങളും കൂടി ചെയ്യണം. ഒരു മുറിക്കകത്ത് അടച്ചു പൂട്ടിയിട്ട് ഇതെല്ലാം കൂടെ കൊടുത്തിട്ട് സംരക്ഷിക്കുന്നു എന്ന് പറഞ്ഞാൽ പോരാ. പുറത്തൊക്കെ കൊണ്ടുപോകാനും മാനസികോല്ലാസത്തിനായിട്ടുള്ള കാര്യങ്ങൾ, ചെറിയ ചെറിയ യാത്രകൾ, മറ്റുള്ള അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കൂടി അവകാശമുണ്ട്. പ്രധാന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു.
മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ ചോദ്യം നിങ്ങൾക്ക് ക്ലിയറായി. അതുമായി ബന്ധപ്പെട്ട് 2007 ഈ നിയമത്തിൻ്റെ ചെറിയ ഒരു അടിസ്ഥാനപരമായ വസ്തുതകളും ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിച്ചു. മനസ്സിലായിട്ടുണ്ടാകും എന്ന വിശ്വാസത്തോടു കൂടി നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് കടക്കാം. അപ്പോൾ അടുത്ത ചോദ്യം എന്താണ് നമുക്കൊന്ന് നോക്കാം. അടുത്ത ചോദ്യത്തിൽ പറയുന്നത് വയോജനങ്ങളുടെ സംരക്ഷണത്തിനും ക്ഷേമത്തിനും വേണ്ടിയുള്ള നിയമനിർമ്മാണത്തിനുള്ള പിൻബലം ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ് കാണാൻ സാധിക്കുന്നത്? നല്ലൊരു ചോദ്യമാണ്. വയോജനങ്ങളുടെ സംരക്ഷണത്തിനും ക്ഷേമത്തിനും വേണ്ടിയുള്ള നിയമനിർമ്മാണത്തിനുള്ള പിൻബലം ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ് കാണാൻ സാധിക്കുന്നത്? ഇപ്പോൾ 2007 ഇങ്ങനെ വയോജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നിയമനിർമ്മാണം നടത്തിയത് വാസ്തവത്തിൽ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളിൻ്റെ അടിസ്ഥാനത്തിലാണ്? 41 അനുച്ഛേദമാണോ, 44 അനുച്ഛേദമാണോ, 47, 48 ഇതിലേതാണ്? ഒരു സംശയവും വേണ്ട. ആൻസർ എ ഓപ്ഷനാണ് 41 അനുച്ഛേദം. എവിടെ ഉള്ളതാണ്? ഇതെല്ലാ അനുച്ഛേദങ്ങളും വരുന്നത് 4-ാം ഭാഗത്താണ്. DPSP ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസീസ് മാർഗനിർദ്ദേശക തത്വങ്ങളിൽ വരുന്നതാണ് 36 മുതൽ 51 വരെ. നിങ്ങൾക്കറിയാം, ഇതെല്ലാം അവിടെ വരുന്നതാണ്. അതിൽ ഈ 41 പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ചില പ്രത്യേക അവസരങ്ങളിൽ വിദ്യാഭ്യാസത്തിനും തൊഴിലിനും പൊതുസഹായത്തിനുമുള്ള പൗരൻ്റെ അവകാശം. ചില പ്രത്യേക അവസരങ്ങളിൽ വിദ്യാഭ്യാസത്തിനും തൊഴിലിനും പൊതുസഹായത്തിനും മനുഷ്യർക്ക് അവകാശമുണ്ട്. ഏതൊക്കെയാണ് ആ ചില പ്രത്യേക സാഹചര്യങ്ങൾ? അവിടെ വാർദ്ധക്യം വരും. വാർദ്ധക്യം ബാധിച്ച്, അസുഖങ്ങൾ ബാധിച്ച്, എന്തെങ്കിലും ദുരന്തത്തെ നേരിട്ട് നിൽക്കുന്ന മനുഷ്യർ, ഇവരെല്ലാം വരും ഇതിനകത്ത് വാർദ്ധക്യം മാത്രമല്ല, ഏതെങ്കിലും ഇപ്പോൾ ഞാൻ പറയില്ല, ഇപ്പോൾ നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും വലിയ ഇപ്പോഴും നമ്മുടെ മനസ്സിൽ നിന്ന് മുറിവുടങ്ങാത്ത സംഭവമാണല്ലോ മുണ്ടക്കൈ ചൂരൽമല ദുരന്തം എന്ന് പറയുന്ന വയനാട്ടിൽ. ആ ദുരന്തത്തിന് ഇരയായവർ ആ പ്രത്യേക സാഹചര്യങ്ങളിൽ അവർക്ക് എന്തിന് അവകാശമുണ്ട്? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അവർക്ക് തൊഴിലിന് അവകാശമില്ലേ? അവരെ തൊഴിലെല്ലാം നഷ്ടപ്പെട്ടു പോയി. അവർക്ക് തൊഴിൽ ലഭിക്കണ്ടേ? അവിടുത്തെ കുട്ടികളുടെ വിദ്യാഭ്യാസം മുടങ്ങി. ഒരു സ്കൂള് തന്നെ മണ്ണിനടിയിലായി, നമ്മൾ കണ്ടതാണ് വേദനയോടുകൂടി, അല്ലേ? ആ കുട്ടികൾക്ക് ഇനി തുടർ വിദ്യാഭ്യാസം കൊടുക്കണ്ടേ? അതിനവർക്ക് അവകാശമില്ലേ? ഉണ്ട്. ഇനി അതുപോലെ തന്നെ പൊതുസഹായത്തിന്, ഇനി തൊഴിൽ നോക്കൂ, തൊഴിൽ കൊടുക്കണം. തൊഴിൽ നഷ്ടപ്പെട്ടവർക്ക് സർക്കാർ തൊഴിൽ കൊടുക്കാൻ സർക്കാരിന് ബാധ്യതയുണ്ട്. അതുപോലെ തന്നെ പൊതുസഹായത്തിന് അവർക്ക് ആഹാരം എത്തിച്ചു കൊടുക്കണം, അവർക്ക് കിടപ്പാടം എത്തിച്ചു കൊടുക്കണം, അവർക്ക് വേണ്ടുന്ന ജീവിത സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കണം. ഇതെല്ലാം അവർക്ക് അവകാശമുണ്ട്. കാരണം ആ പ്രത്യേക സാഹചര്യം അങ്ങനെയാണ്. 41 പറയുന്ന അങ്ങനെയാണ്. ഇങ്ങനെയുള്ള വാർദ്ധക്യം, ഇങ്ങനെയുള്ള ദുരന്തങ്ങൾ, അസുഖങ്ങൾ തുടങ്ങിയവയൊക്കെ ജനങ്ങൾ നേരിടുന്ന സമയത്ത് അവർക്ക് വിദ്യാഭ്യാസത്തിനും തൊഴിലിനും പൊതുസഹായത്തിനും ചികിത്സയ്ക്കും ഒക്കെയുള്ള അവകാശങ്ങളുണ്ട്. ആ വകുപ്പിൻ്റെ അന്തസ്സത്ത ഉൾക്കൊണ്ടുകൊണ്ടാണ് വയോജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു നിയമനിർമ്മാണം നടത്തിയത് 2007. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ദി മെയിൻ്റനൻസ് ആൻഡ് വെൽഫെയർ ഓഫ് പാരൻസ് ആൻഡ് സീനിയർ സിറ്റിസൺ ആക്ട് എന്ന് പറയുന്ന ആക്ട് പാസ്സാക്കിയത്. തീർച്ചയായിട്ടും അപ്പം 41 വകുപ്പ് അടിസ്ഥാനത്തിലാണ്. ഓപ്ഷനിലുള്ള ബാക്കി വകുപ്പ് കൂടി പെട്ടെന്നൊന്ന് പറഞ്ഞു പോകാം നമുക്ക്. നിങ്ങൾക്കറിയാം 44 ഇന്ന് ഏറ്റവും ഹോട്ട് ഇഷ്യൂ ആയിട്ട് നിൽക്കുന്ന ഒരു വിഷയമാണ്. എന്താണ്? രാജ്യത്താകമാനം ഒരു ഏകീകൃത സിവിൽ നിയമസംഹിത നടപ്പിലാക്കണം. UCC യൂണിഫോം സിവിൽ കോഡ് നടപ്പാക്കണം എന്ന് പറയുന്നത്, അല്ലേ? എല്ലാ പൗരന്മാരെയും ഒരു സിവിൽ നിയമത്തിന് കീഴിൽ കൊണ്ടുവരണം എന്ന് പറയുന്ന വകുപ്പാണ് 44. അവിടെ 2 ചോദ്യങ്ങൾ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു. ഒന്ന്, UCC യൂണിഫോം സിവിൽ കോഡ് നിലവിലുള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങളേവ? ഗോവയും ഉത്തരാഖണ്ഡും. അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്, യൂണിഫോം സിവിൽ കോഡ് നിയമസഭ പാസാക്കി നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനമേത്? ഉത്തരാഖണ്ഡ് എന്ന് തന്നെ പറയണം. ഗോവ എന്ന് പലരും പറയും. കാരണം എന്താണ്? ഗോവയിൽ നേരത്തെ ഉണ്ട്. പിന്നെയാണ് ഉത്തരാഖണ്ഡിൽ ഈ അടുത്ത കാലത്തായിട്ടാണത് നടപ്പിലാക്കിയത്. അപ്പം ഗോവയിലല്ലേ ആദ്യം ഉണ്ടായിരുന്നത്? ഗോവയിൽ തന്നെയാണ് ആദ്യം ഉണ്ടായിരുന്നത്. പക്ഷേ ഗോവ ആ നിയമസഭ പാസാക്കി നടപ്പാക്കിയതല്ല. ഗോവ നമുക്കറിയാം പോർച്ചുഗീസ് അധീനതയിൽ കിടന്ന പ്രദേശം ഇന്ത്യൻ യൂണിയനിലൂടെ കൂട്ടിച്ചേർക്കപ്പെട്ടതാണ്. ആ കൂട്ടിച്ചേർക്കപ്പെടുന്ന സമയത്തെ അവിടെ UCC ഉണ്ട്, യൂണിഫോം സിവിൽ കോഡ് ഉണ്ട്. അല്ലാതെ ആ നിയമസഭ പാസാക്കി നടപ്പിലാക്കിയതല്ല.
നിയമസഭ പാസാക്കി നടപ്പിലാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഉത്തരാഖണ്ഡ് എന്ന് തന്നെ നിങ്ങൾ പറയണം, അത് മറന്നു പോകരുത്. പക്ഷേ 2 സംസ്ഥാനങ്ങളിലും ഉണ്ട്, പക്ഷേ ഉത്തരാഖണ്ഡാണ് നിയമസഭയിലൊരു നിയമം പാസാക്കി നടപ്പിലാക്കിയത്. ക്ലിയർ അല്ലേ അത്? അപ്പോൾ അതുകൂടി ഓർമ്മിച്ചോളൂ. 47 എല്ലാവർക്കും അറിയാം, 47-ാം അനുച്ഛേദം മദ്യനിരോധനം എന്ന് ഒറ്റ വാക്കി നമുക്ക് പറയാം. പക്ഷെ അങ്ങനെ പറഞ്ഞാൽ പോരാ അത്. കാരണം ജനങ്ങളുടെ പോഷകാഹാരം ലഭ്യത ഉറപ്പുവരുത്തണം, അവരുടെ ജീവിത നിലവാരം ഉയർത്തണം, അതോടൊപ്പം തന്നെ മദ്യനിരോധനം ഉണ്ടാകണം. മദ്യം നിരോധിക്കുമ്പോഴാണല്ലോ ജനങ്ങൾക്ക് പോഷകാഹാരത്തിൻ്റെ ഗുണമുണ്ടാകുന്നത്, അവരുടെ ജീവിത നിലവാരം ഉയരുന്നത്. അപ്പോൾ മദ്യനിരോധനം എന്നാണ് പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളത്, 47-ാം വകുപ്പിലാണ്. ക്ലിയർ അല്ലേ? അനുച്ഛേദം 48 ഓർഗനൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ ആൻഡ് അനിമൽ ഹസ്ബൻഡറി, അതായത് കൃഷിയും മൃഗസംരക്ഷണവും. അവിടെയും വേണമെങ്കിൽ നമുക്കൊരു കാര്യം പറയാം, ഗോവധ നിരോധനം എന്ന് വേണമെങ്കിൽ പറയാം. ഗോവധ നിരോധനം നടപ്പിലാക്കിയത് ഈ ആർട്ടിക്കിളിൻ്റെ അന്തസത്ത ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ്. കാര്യം മൃഗസംരക്ഷണം അതിൽപ്പെട്ടത് തന്നെയാണ്. അപ്പോൾ ഇവിടെ 2 കാര്യങ്ങൾ, ഇവിടെ നമ്മൾ ഒരു സംസ്ഥാനത്തിൻ്റെ പേര് പറഞ്ഞു. ആദ്യമായിട്ട് UCC നടപ്പിലാക്കിയത് ഉത്തരാഖണ്ഡ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ഒരു സംസ്ഥാനത്തിൻ്റെ പേര് ഞാൻ ചോദിക്കുകയാണ്. ഇന്ത്യയിൽ സംസ്ഥാന രൂപീകരണം മുതൽ മദ്യനിരോധനം നിലവിലുള്ള സംസ്ഥാനം ഏതാണ്? ഗുജറാത്താണ്, മറക്കരുത്. അപ്പോൾ ഇവിടെയും ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ്. ഇന്ത്യയിൽ ഗോവധ നിരോധനം നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനം ഏത്? അതും ഗുജറാത്ത് തന്നെയാണ്. ക്ലിയർ അല്ലേ? ഈ ചോദ്യത്തിൽ നിന്ന് ഇച്ചിരി അധികം കാര്യങ്ങൾ കിട്ടിയില്ലേ നിങ്ങൾക്ക്? അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് നമുക്കൊന്ന് കിടക്കാം. നോക്കൂ, നെക്സ്റ്റ് ചോദ്യം എന്താണ് നമുക്കൊന്ന് പരിശോധിക്കാം. ജുവനൈൽ കോടതി കൈകാര്യം ചെയ്യുന്ന കേസുകൾ ഏതൊക്കെയാണ്? ജുവനൈൽ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ നിങ്ങൾക്കറിയാം, അത് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമാണ് അല്ലേ? ജുവനൈൽ കോടതി കൈകാര്യം ചെയ്യുന്നത് വൃദ്ധജനങ്ങൾക്ക് നേരെയുള്ള കുറ്റകൃത്യങ്ങളാണോ? അല്ല. സ്ത്രീകൾക്ക് നേരെയുള്ള കുറ്റകൃത്യങ്ങളാണോ? അല്ല. ഭിന്നശേഷിക്കാർക്ക് നേരെയുള്ളതാണോ? അതുമല്ല. പിന്നെ എന്താണ്? കൗമാരക്കാരുടെ കുറ്റകൃത്യങ്ങളാണ് ഇവിടെ പറയുന്നത്. തീർച്ചയായിട്ടും അത് തന്നെയാണ്, ഡി ആണ് ഓപ്ഷൻ. അപ്പം കുട്ടികളുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട് പറയുന്ന, അല്ലെങ്കിൽ കുട്ടികളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പറയുന്നതിനാണ് നമ്മൾ ജുവനൈൽ എന്ന് പറയുന്നത്. മറ്റൊരു ചോദ്യത്തിലൂടെ നമുക്ക് കൂടുതൽ അത് വിശദീകരിക്കാൻ ഇതിലേക്ക് വരുന്നുണ്ട്. അപ്പം ഇവിടെ ഇത്രയും ഈ ഒരു കാര്യം മാത്രം നിങ്ങൾ ഓർമ്മിച്ചാൽ മതി. നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് നമുക്കൊന്ന് കടക്കാം. നോക്കൂ, അടുത്ത വരുന്നത് സ്ത്രീധന മരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാരതീയ ന്യായ സംഹിതയിലെ വകുപ്പ് ഏത്? ഇത് ജനറൽ പരീക്ഷയ്ക്കും വരാം, CPOയുടെ സ്പെഷ്യൽ ടോപ്പിക്സ് പഠിക്കുന്നവർക്കും ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ജനറൽ പരീക്ഷയ്ക്ക് വരുന്നത് ചോദ്യം തന്നെയാണിത്, അതുകൊണ്ടാണ് ഞാനിവിടെ ഉൾപ്പെടുത്തിയത്. CPOക്കാർക്ക് കൂടുതൽ പ്രാധാന്യമുള്ള ഒരു സ്പെഷ്യൽ ടോപ്പിക്സിലെ ചോദ്യം കൂടിയാണ്. ഓർത്തോളൂ നിങ്ങൾ, സ്ത്രീധന മരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാരതീയ ന്യായ സംഹിതയിലെ BNS, പഴയ IPC, ഇപ്പോൾ അത് BNS ആണല്ലോ, BNSലെ ഏത് സെക്ഷനിലാണ് ഡവറി ഡെത്ത് അഥവാ സ്ത്രീധന മരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നതെന്ന് ചോദിച്ചാൽ ഒരു സംശയവും വേണ്ട, 80-ാം വകുപ്പിലാണ്. അപ്പോൾ ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, എന്താണ് സ്ത്രീധന മരണമെന്ന് പറഞ്ഞാൽ? സ്ത്രീധന മരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവാഹിതയായ ഒരു പെൺകുട്ടി വിവാഹശേഷം 7 വർഷത്തിനകം പ്രത്യേകിച്ച് ഭർതൃഗൃഹത്തിൽ വച്ച് അസാധാരണമായ സാഹചര്യത്തിൽ മരണപ്പെട്ടാൽ അത് സ്ത്രീധന മരണമായി പരിഗണിക്കപ്പെടും. ഡവറി ഡെത്ത്, ശ്രദ്ധിക്കണേ, കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് 7 വർഷം പോലും ആയിട്ടില്ല, അതിനിടയ്ക്ക് ഭർത്താവിൻ്റെ വീട്ടിൽ വന്ന് താമസിക്കുകയാണ് ആ കുട്ടി, ദുരൂഹമായ സാഹചര്യത്തിൽ ആ കുട്ടി മരണപ്പെടുന്നു. ദുരൂഹമായ സാഹചര്യമാണ്, അതായത് ശരിക്കും അസാധാരണമായ സാഹചര്യത്തിൽ. ഇപ്പോൾ സാധാരണ സാഹചര്യമാണെങ്കിൽ ഒരിക്കലും അതിനെ ഡവറി ഡെത്ത് എന്ന് പറയാറില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ പറയാം, ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരുന്ന ആ പെൺകുട്ടി വിവാഹം കഴിക്കുന്നതിന് മുമ്പ് തന്നെ ഒരു നിത്യരോഗിയാണ്, ഒരുപാട് അസുഖങ്ങളുള്ള കുട്ടിയാണ്. ആ അസുഖങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ ഒരു ചെറുപ്പക്കാരൻ ആ കുട്ടിയേക്ക് ഒരു ജീവിതം കൊടുക്കാൻ തീരുമാനിക്കുന്നു. അങ്ങനെ ആ കുട്ടിയെ വിവാഹം കഴിക്കുന്നു. ആ കുട്ടിയെ ചികിത്സിച്ച ഡോക്ടറുമായിട്ടൊക്കെ കൺസൾട്ട് ചെയ്തപ്പോൾ വിവാഹം തന്നെ റിസ്ക്കാണ്, എങ്കിലും ഒരു കുട്ടിയുടെ ജീവിതമല്ലേ എന്ന് പറഞ്ഞ് ഡോക്ടറും പറയുന്നു ശ്രദ്ധിച്ചൊക്കെ ജീവിക്കണമെന്നൊക്കെ പറഞ്ഞ് അനുഗ്രഹിച്ച് വിടുകയാണ്. 1-2 വർഷം കഴിഞ്ഞപ്പോൾ ആ കുട്ടി മരണപ്പെടുന്നു. അതിന് ഹാർട്ടിനൊക്കെ വലിയ കംപ്ലൈൻറ്റുള്ള കുട്ടിയാണെന്ന് വിചാരിക്കുക, മരണപ്പെട്ട്. അതൊരിക്കലും ഡവറി ഡെത്തായിട്ട് കാണില്ല, കാരണം അതിനോട് എല്ലാ റെക്കോർഡുകളും ഉണ്ട്, കുട്ടി അസുഖക്കാരിയായിരുന്നു, അങ്ങനെയാണ്. മറിച്ച് ഞാൻ പറഞ്ഞ അങ്ങനെയല്ല, യാതൊരു അസുഖങ്ങളും അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല, അങ്ങനെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല, വളരെ ആരോഗ്യവതിയായ ഒരു പെൺകുട്ടി വിവാഹിതയായി ഒരു ഭർതൃഗൃഹത്തിലേക്ക് വരികയാണ്. 2-3 കൊല്ലം കഴിഞ്ഞപ്പോൾ വാർത്ത കേൾക്കുന്നു, ആ കുട്ടി ഗ്യാസ് പൊട്ടിത്തെറിച്ച് മരിക്കുന്നു.
അല്ലെങ്കിൽ ബാത്റൂമിൽ കാല് തന്നെ വീണ് മരിക്കുന്നു, അല്ലെങ്കിൽ ചുമ്മാ നടന്നു പോകുമ്പോൾ ചുവരിൽ തലയിടിച്ച് മരിക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള കാരണങ്ങൾ പറഞ്ഞ് ഒരു മരണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടാൽ അതിനെ തുടക്കത്തിൽ പ്രഥമ ദൃഷ്ടിയാൽ തന്നെ എന്തെന്ന് വിലയിരുത്തും? അതൊരു സ്ത്രീധന മരണമായി കാണും. പിന്നെ ബാക്കി അന്വേഷണങ്ങളൊക്കെ നടക്കുകയുള്ളൂ. അപ്പോൾ ആ സ്ത്രീധന മരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന BNSൻ്റെ സെക്ഷൻ 80-ാം സെക്ഷൻ, ഈ സെക്ഷനുകൾ കൂടി ഒന്ന് നോക്കിപ്പോയാൽ നന്നായിരിക്കും. 74 പറയുന്നത് ഒരു സ്ത്രീയുടെ മാന്യതയ്ക്ക് ഭംഗം വരുത്തുന്ന രീതിയിൽ പെരുമാറുന്നു. ഒരു സ്ത്രീയുടെ മാന്യതയ്ക്ക് ഭംഗം വരുത്തുന്ന രീതിയിൽ എന്ന് പറയുമ്പോൾ ഒരു സ്ഥലത്ത് നിൽക്കുന്ന ഒരു സ്ത്രീയെ വഴക്കൂടി അവളെ ശരീരത്തിൽ പിടിച്ച് വലിക്കുന്നു, ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ക്രിമിനൽ ബലപ്രയോഗം നടത്തുന്നു. അത് ആ സ്ത്രീയുടെ ഔട്ട്റേജിങ് ഹെർ മോഡസ്റ്റി എന്ന് പറയും, മാന്യതയ്ക്ക് ഭംഗം സംഭവിക്കുന്നു. ഉടനെ ഇത് പഠിച്ചോളൂ, 79 മാന്യതയെ അവഹേളിക്കുന്നു. ഇവിടെ ശാരീരികമായ ബലപ്രയോഗം നടത്തിയാണ് നമ്മൾ പറഞ്ഞ മാന്യതയ്ക്ക് ഭംഗം വരുത്തുന്നു. ഇവിടെ എന്ന് പറയുന്നത് അങ്ങനെ ക്രിമിനൽ ബലപ്രയോഗം നടത്തുന്നില്ല. 79 പറയുന്ന ഒരു സ്ത്രീയുടെ മാന്യതയ്ക്ക് അധിക്ഷേപം വരുത്തുന്നു. ഇൻസൾട്ടിങ് ഹെർ മോഡസ്റ്റി, ആ വാക്കൊന്ന് ശ്രദ്ധിച്ചേ, ഔട്ട്റേജിങ് ഹെർ മോഡസ്റ്റി 74, ഇവിടെ ഇൻസൾട്ടിങ് ഹെർ മോഡസ്റ്റി. അതെങ്ങനെയാണ് സ്ത്രീയുടെ മോഡസ്റ്റി ഇൻസൾട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ? സ്ത്രീ കേൾക്ക രീതിയിൽ അശ്ലീലമായ രീതിയിൽ സംസാരിക്കുക, അവൾ പോകുമ്പം ഷൂളം അടിക്കുക, അപ്പുറത്തെ വീട്ടിൻ്റെ മേളിൽ നിന്നുകൊണ്ട് ഗോഷ്ഠി കാണിക്കുക, ഇങ്ങനെയൊക്കെയുള്ള പ്രത്യക്ഷമായ ബലപ്രയോഗം നടത്തുന്നില്ല. പക്ഷേ ഈ പ്രവർത്തികളെല്ലാം അവളെ മാന്യതയെ അധിക്ഷേപിക്കുന്നതാണ്, ഇൻസൾട്ട് ചെയ്യുന്നതാണ്. ഇത് അങ്ങനെയല്ല, മാന്യതയ്ക്ക് ഭംഗം വരുത്തുന്ന ഒരു ക്രിമിനൽ ബലപ്രയോഗം നടത്തുന്നതാണ്. അത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചോളുക. ഈ 78 പറയുന്ന എന്താണ്? BNS സെക്ഷൻ 78 പറയുന്നത് അത് സ്റ്റാക്കിംഗ് എന്ന് പറയും. ഇംഗ്ലീഷ് വാക്ക് അതാണ്, സ്റ്റാക്കിംഗ്. പിന്തുടരുക, പതുങ്ങി പിന്തുടരുക. ഒരു പെൺകുട്ടിയെ വിടാതെ പിന്തുടരുകയാണ്. അവൾ അതിനോടുള്ള അനിഷ്ടം വെളിപ്പെടുത്തി കഴിഞ്ഞു. ഒരു ചെറുപ്പക്കാരനാണെന്ന് വിചാരിക്കുക, ഒരു സ്ത്രീയുടെ പുറകെ നടന്ന് ശല്യപ്പെടുത്തുന്നു. അവൾ പറയുന്നു, എനിക്ക് താല്പര്യമില്ല, ഇത് നിങ്ങൾ എന്നെ ഉപദ്രവിക്കരുത് എന്നൊക്കെ ആവർത്തിച്ച് പറഞ്ഞിട്ടും പുറകെ നടക്കുക. പിന്നെ അവളുടെ സോഷ്യൽ മീഡിയയിലൊക്കെ ഇടപെടുക, അതിൽ ഇലക്ട്രോണിക് മാധ്യമങ്ങളിലൂടെ അവളെ പിന്തുടരുക. ഇങ്ങനെ പല രീതിയിലും പിന്തുടർന്ന് ശല്യം ചെയ്യുന്ന കുറ്റകൃത്യത്തെക്കുറിച്ച് പറയുന്നതാണ് 78. സ്റ്റാക്കിംഗ് എന്ന് ഇംഗ്ലീഷിൽ പറയും, മലയാളത്തിൽ പിന്തുടരുക, പതുങ്ങി പിന്തുടരുക എന്നൊക്കെ പറയുന്ന വാക്കാണ്. ഈ സെക്ഷനെല്ലാം ജനറൽ പരീക്ഷകൾക്കും ചോദിക്കാവുന്നതാണ്. ഒന്ന് ഓർമ്മിച്ച് വെച്ചോളുക. CPOക്കാർ പ്രത്യേകിച്ച് ഒരു പടി കൂടി കൂടുതൽ ശ്രദ്ധയോടെ പഠിക്കുക. ഇനി നോക്കൂ അടുത്ത ചോദ്യം. നിയമവുമായി പൊരുത്തപ്പെടാൻ കഴിയാത്ത കുട്ടികളെ പുനരധിവസിപ്പിക്കുന്ന ഇടമേതാണ്? നിയമവുമായി പൊരുത്തപ്പെടാൻ കഴിയാത്ത കുട്ടികൾ 2015 ജുവനൈൽ ജസ്റ്റിസ് ആക്ട് അഥവാ ബാലനീതി നിയമപ്രകാരം കുട്ടികളെ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുകയാണ്. എന്തൊക്കെയാണ്? ശ്രദ്ധയും സംരക്ഷണവും ആവശ്യമുള്ള കുട്ടികൾ എന്ന് ഒരു വിഭാഗം, നിയമവുമായി പൊരുത്തപ്പെടാൻ കഴിയാത്ത കുട്ടികളെന്ന് വേറൊരു വിഭാഗം. എന്താണ് അത്? നിങ്ങൾക്ക് മനസ്സിലായോ? നിയമവുമായി പൊരുത്തപ്പെടാത്ത കുട്ടികളെന്ന് പറയുന്നത് ഇപ്പോൾ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുക, അല്ലെങ്കിൽ ഒരു കുറ്റം ചെയ്തു എന്ന് ആരോപിക്കപ്പെടുന്ന കുട്ടികൾ, എപ്പോഴും നിയമം അനുസരിക്കാൻ തയ്യാറാകാത്ത കുട്ടികൾ. ആ കുട്ടികളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അവരുടെ ജീവിത സാഹചര്യങ്ങൾ അങ്ങനെയാണ്. അങ്ങനെ വളർന്നു വന്ന ഒരു പശ്ചാത്തലം അവർക്കുണ്ട്. അതുകൊണ്ട് അവർ നിയമത്തെയൊന്നും അവർക്ക് പ്രശ്നമേ ഇല്ല. അവർ ക്രിമിനൽ പ്രവർത്തനങ്ങളും ചെയ്ത് പോക്കറ്റടി നടക്കുക, പിടിച്ചു പറി നടക്കുക, വേറെ ആരെങ്കിലും ഇവരെ ആയുധമായി ഉപയോഗിക്കുക, ഇങ്ങനെയൊക്കെയുള്ള കുട്ടികളെയാണ് നമ്മൾ വിളിക്കുന്നത്, 18 വയസ്സിന് താഴെയുള്ള ആൾക്കാരെയാണ് നമ്മൾ വിളിക്കുന്നത് നിയമവുമായി പൊരുത്തപ്പെടാൻ കഴിയാത്ത കുട്ടികൾ. എന്നാൽ ശ്രദ്ധയും പരിചരണവും ആവശ്യമുള്ള കുട്ടികളെന്ന് പറയുന്നത് അത് ഇത്തരക്കാരല്ല. അവർ മാതാപിതാക്കൾ ഉപേക്ഷിക്കപ്പെട്ട കുട്ടികൾ, അതുപോലെ തന്നെ ഭിക്ഷാടനം നടത്തുന്ന കുട്ടികൾ, ജീവിക്കാൻ യാതൊരു നിവൃത്തിയുമില്ലാത്ത അംഗഭംഗം വന്നു പോയ കുട്ടികൾ, ബാലവേല ചെയ്യുന്ന കുട്ടികൾ, ഇങ്ങനെയൊക്കെയുള്ള വിഭാഗം വേറെ രീതിയിലും ഉണ്ട്. അപ്പോൾ ഈ 2 വിഭാഗത്തെയും 2 രീതിയിൽ തന്നെ കാണണം എന്നാണ് ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പറയുന്നത്. നിയമവുമായി പൊരുത്തപ്പെടാത്ത കുട്ടികളെ ആ രീതിയിൽ പരിഗണിക്കുകയും സംരക്ഷണവും ശ്രദ്ധയും ആവശ്യമുള്ള കുട്ടികളെ അവരുടേതായ രീതിയിൽ പരിഗണിക്കപ്പെടുകയും വേണമെന്നാണ് ഈ നിയമം പറയുന്നത്. ഇവിടെ നമ്മൾ പറയുന്നത് നിയമവുമായി പൊരുത്തപ്പെടാൻ കഴിയാത്ത കുട്ടികളെ പുനരധിവസിപ്പിക്കുന്ന ഇടം. അതെന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞ കുറ്റകൃത്യങ്ങളിലൊക്കെ ഏർപ്പെടുന്ന കുട്ടികൾ, നിയമം അനുസരിക്കാത്ത കുട്ടികൾ, അവരെയൊക്കെ പുനരധിവസിപ്പിക്കാൻ
ഉപയോഗിക്കുന്ന ഇടമെന്ന് പറയുന്നത് ചിൽഡ്രൻസ് ഹോമാണോ, ഒബ്സർവേഷൻ ഹോമാണോ, സ്പെഷ്യൽ ഹോമാണോ, സ്പെഷ്യൽ ജുവനൈസ് പോലീസ് യൂണിറ്റ് ആണോ? ഇവിടെ ആൻസർ ഇതാണ്, സി ആണ്. സ്പെഷ്യൽ ഹോമിലാണ് നിയമവുമായി പൊരുത്തപ്പെടാത്ത കുട്ടികളെ സ്ഥിരമായി താമസിപ്പിക്കുന്നത്. നിയമവുമായി പൊരുത്തപ്പെടാൻ കഴിയാത്ത കുട്ടികളെ താൽക്കാലികമായി പാർപ്പിക്കുന്ന ഇടമാണ് ഒബ്സർവേഷൻ ഹോം എന്ന് പറയുന്നത്. അപ്പോൾ ഇതെന്താണ്? ഇതാണ് ഞാൻ പറഞ്ഞ ചിൽഡ്രൻസ് ഹോമുകളുണ്ട് നമ്മുടെ നാട്ടിൽ, ഒരുപാട് ചിൽഡ്രൻസ് ഹോമുണ്ട്. ആ ചിൽഡ്രൻസ് ഹോമിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ ശ്രദ്ധയും പരിചരണവും ആവശ്യമുള്ള കുട്ടികളെ പാർപ്പിക്കുന്ന സ്ഥലം. ശ്രദ്ധയും പരിചരണവും ആവശ്യമുള്ള കുട്ടികളെ പാർപ്പിക്കുന്ന ഇടമാണ് ചിൽഡ്രൻസ് ഹോം. അപ്പോൾ ഇതെന്താണ്? സ്പെഷ്യൽ ജുവനൈൽ പോലീസ് യൂണിറ്റ്. അത് കുട്ടികളുടെ കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട് നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന, അല്ലെങ്കിൽ കുട്ടികളുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന പോലീസ് യൂണിറ്റിനെയാണ് നമ്മൾ സ്പെഷ്യൽ ജുവനൈൽ പോലീസ് യൂണിറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഇത് ക്ലിയർ അല്ലേ? പഠിച്ചു വച്ചേക്കുക. നോക്കൂ, നമുക്ക് അടുത്ത ചോദ്യം എന്താണെന്ന് പരിശോധിക്കാം. 2025 അന്താരാഷ്ട്ര വനിതാ ദിന പ്രമേയം. നിങ്ങൾക്കറിയാം, ഏതൊരു അന്താരാഷ്ട്ര ദിനം ആചരിക്കുമ്പോഴും അതിനൊരു തീം കാണും, അതിനൊരു പ്രമേയം കാണും. നോക്കൂ, ഇവിടെ അന്താരാഷ്ട്ര വനിതാ ദിനം എന്ന് പറഞ്ഞാൽ മാർച്ച് 8 എല്ലാവർക്കും അറിയാം. അപ്പോൾ 2025, അതായത് നമ്മുടെ കറണ്ട് ഇയറിലെ വനിതാ ദിന പ്രമേയം, അന്താരാഷ്ട്ര വനിതാ ദിന പ്രമേയം എന്തെന്ന് ചോദിച്ചാൽ, നോക്കൂ, എല്ലാ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും അവകാശങ്ങൾ, സമത്വം, ശാക്തീകരണം. നമ്മുടെ അവകാശങ്ങൾ, നമ്മുടെ ഭാവി ഇപ്പോൾ തന്നെ. സ്ത്രീകളിൽ നിക്ഷേപിക്കുക, പുരോഗതി ത്വരിതപ്പെടുത്തുക. നവീകരണം, സാങ്കേതികവിദ്യ, ലിംഗസമത്വം. ഇതിലേതാണ്? ഒരു സംശയവും വേണ്ട. 2025 മാർച്ച് 8 അഥവാ അന്താരാഷ്ട്ര വനിതാ ദിനത്തിൻ്റെ പ്രമേയം എന്ന് പറയുന്നത് എ ഓപ്ഷൻ തന്നെയാണ്. എല്ലാ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും അവകാശങ്ങൾ, സമത്വം, ശാക്തീകരണം. അപ്പോൾ ബാക്കി മൂന്നും എന്താണെന്ന് കൂടി ഒന്ന് നോക്കിപ്പോകാം നമുക്ക്. നമ്മുടെ അവകാശങ്ങൾ, നമ്മുടെ ഭാവി ഇപ്പോൾ തന്നെ. അവർ റൈറ്റ്സ്, അവർ ഫ്യൂച്ചർ, റൈറ്റ് നൗ. ഏതാണ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്? 2024 മനുഷ്യാവകാശ ദിന പ്രമേയമാണ്. മനുഷ്യാവകാശ ദിനം ഡിസംബർ 10, കഴിഞ്ഞ വർഷത്തെ പ്രമേയമാണ്. ഇതോ സ്ത്രീകളിൽ നിക്ഷേപിക്കുക, പുരോഗതി ത്വരിതപ്പെടുത്തുക. ഇൻവെസ്റ്റ് ഇൻ വിമൺ ആൻഡ് ആക്സലറേറ്റ് പ്രോഗ്രസ് എന്ന് പറയുന്നത് 2024 വനിതാ ദിന പ്രമേയം. 25 എല്ലാ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും അവകാശങ്ങൾ, സമത്വം, ശാക്തീകരണം. അത് ഈ വർഷത്തെ. കഴിഞ്ഞ വർഷത്തെ വനിതാ ദിന പ്രമേയമായിരുന്നു. വേണമെങ്കിൽ അതും ചോദിക്കാം. 2024 ഏതാണ്? സ്ത്രീകളിൽ നിക്ഷേപിക്കുക, പുരോഗതി ത്വരിതപ്പെടുത്തുക. ഇനി നോക്കൂ, നവീകരണം, സാങ്കേതിക വിദ്യ, ലിംഗസമത്വം. ഇന്നവേഷൻ, ടെക്നോളജി ഇൻ എന്താണ് ലിംഗസമത്വം, ജെൻഡർ ഇക്വാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്നവേഷൻ, ടെക്നോളജി ഇൻ ജെൻഡർ ഇക്വാലിറ്റി. അതായത് പുതിയ കണ്ടുപിടുത്തങ്ങളും സാങ്കേതിക വിദ്യകളും ലിംഗസമത്വത്തിനായി എന്ന് പറയുന്നത് 2023 വനിതാ ദിന പ്രമേയം. ഇത് 2023 വനിതാ ദിന പ്രമേയം, ഇത് 24 വനിതാ ദിന പ്രമേയം, ഇത് 25 വനിതാ ദിന പ്രമേയം. ബി ഓപ്ഷനിൽ വരുന്നത് 2024 മനുഷ്യാവകാശ ദിന പ്രമേയമാണ്. ക്ലിയർ അല്ലേ? അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് നമുക്കൊന്ന് പോകാം. നോക്കാം എന്താണ് നെക്സ്റ്റ് ചോദ്യം. 2007 മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണ നിയമപ്രകാരം താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന അഥവാ പ്രസ്താവനകളേവ. നോക്കാം നമുക്ക്. ട്രിബ്യൂണൽ രൂപീകരിക്കേണ്ടത് സംസ്ഥാന സർക്കാരാണ്. നോക്കൂ, ഇവിടെ ഒരു ട്രൈബ്യൂണൽ വേണമല്ലോ. ഈ തർക്കങ്ങളൊക്കെ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ജുഡീഷ്യൽ സംവിധാനം വേണ്ടേ? അങ്ങനെ ഒരു ട്രൈബ്യൂണലിനെ രൂപീകരിക്കാൻ സംസ്ഥാന സർക്കാരിന് ഉത്തരവാദിത്വമുണ്ടെന്ന് പറയുന്നു. ശരി തന്നെയാണ്, സംസ്ഥാന സർക്കാർ തന്നെയാണ് രൂപീകരിക്കുന്നത്. ട്രൈബ്യൂണലിൻ്റെ അധ്യക്ഷൻ സബ് ഡിവിഷണൽ ഓഫീസറിൽ കുറയാത്ത പദവിയുള്ള ഉദ്യോഗസ്ഥനായിരിക്കണം. അതും വളരെ കറക്റ്റാണ്. സാധാരണ ഈ മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും പരാതികൾ കേൾക്കുന്ന ട്രൈബ്യൂണൽ ആരായിരിക്കുമെന്നറിയോ? സാധാരണ പറയുന്നത് RDO ആണ്, റവന്യൂ ഡിവിഷണൽ ഓഫീസറായിരിക്കും. അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. സബ് ഡിവിഷണൽ ഓഫീസറിൽ കുറയാത്ത പദവിയുള്ള വ്യക്തി തന്നെ ആയിരിക്കണം. കറക്റ്റാണ്, ആ പോയിൻറ്റും കറക്റ്റാണ്.
സംരക്ഷണ ചിലവിലേക്കായി പ്രതിമാസം പരമാവധി നോക്കൂ, പരമാവധി 10,000 രൂപ ആണ് ട്രിബ്യൂണലിന് വിധിക്കാവുന്നത്. ഇവ പരാതിയൊക്കെ പറഞ്ഞു, പരാതികളൊക്കെ വന്നു കഴിഞ്ഞു. മാതാപിതാക്കളെയും മക്കളെയൊക്കെ നിർത്തി ചർച്ച നടത്തി, വിചാരണ നടത്തി, അവസാനം ട്രൈബ്യൂണൽ ഒരു വിധി പ്രഖ്യാപിക്കുകയാണ്. എല്ലാ മാസവും മക്കൾ എത്ര രൂപ കൊടുക്കണം? 10,000 രൂപ വരെ മാത്രമേ വിധിക്കാൻ കഴിയുള്ളൂ. അല്ലാതെ മക്കൾ 50,000 രൂപയും 1,00,000 രൂപയും എല്ലാ മാസവും മാതാപിതാക്കൾ കൊടുക്കണമെന്ന് വിധി പ്രഖ്യാപിക്കാൻ പറ്റില്ല. പരമാവധി ഒരു മാസം 10,000 രൂപ. കാരണം ഈ മക്കൾ കുടുംബമുള്ളവരാകാം, അവർക്കും ബാധ്യതകളുണ്ട്. അപ്പോൾ പരമാവധി ഒരു 10,000 രൂപ വരെ മക്കൾക്ക് പിഴയായി അല്ലെങ്കിൽ മക്കൾ സംരക്ഷണ എന്നുള്ള നിലയിൽ രക്ഷകർത്താക്കൾ കൊടുത്തിരിക്കണം. അപ്പോൾ പരീക്ഷയ്ക്ക് വേണമെങ്കിൽ ചോദിക്കാം, ഈ ചോദ്യം ഒരു OMR ആയിട്ട് വേണമെങ്കിൽ ചോദിക്കാം. സംരക്ഷണ ചിലവിലേക്കായി പ്രതിമാസം എത്ര രൂപയാണ് മാതാപിതാക്കളും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ട്രൈബ്യൂണൽ വിധിക്കുന്നത്? 10,000 രൂപ വരെ. പഠിച്ചു വെച്ചോളുക, അതും കറക്റ്റാണ്. ഒരു സിവിൽ കോടതിയുടെ എല്ലാ അധികാരങ്ങളും ട്രൈബ്യൂണലുണ്ടായിരിക്കും. കറക്റ്റാണ്. ഈ ട്രൈബ്യൂണലിന് ഒരു സിവിൽ കോടതിയുടെ എല്ലാ അധികാരങ്ങളും എന്ന് പറഞ്ഞാൽ മക്കളെ വിളിച്ചു വരുത്തുവാനും ചോദ്യം ചെയ്യാനും വിചാരണ ചെയ്യാനും വന്നില്ലെങ്കിൽ വാറണ്ട് പുറപ്പെടുവിക്കാനും എല്ലാ അവകാശങ്ങളും ആർക്കുണ്ടാകും? ഈ ട്രൈബ്യൂണലിനുണ്ടാകും. ക്ലിയർ അല്ലേ? അപ്പോൾ അത് ഇവിടെ ആൻസർ എന്തായിരിക്കും? മുകളിൽ പറഞ്ഞവയെല്ലാം ഡി ഓപ്ഷനാണ്. എല്ലാ പോയിൻറ്റും കറക്റ്റാണ്. ക്ലിയർ അല്ലേ? നോക്കൂ, അടുത്ത ചോദ്യം. ദേശീയ ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ നിലവിൽ വന്നത്, ദേശീയ ബാലാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്നത് 2005 ആ 2005 നിയമപ്രകാരം ദേശീയ ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ NCPCR, നാഷണൽ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ്, ഇന്ത്യയിൽ നിലവിൽ വന്നത് 2007 മാർച്ച് 5 ഉത്തരം അത് തന്നെയാണ്. 2005 മാർച്ച് 5 2007 മാർച്ച് 5 2005 ബാലാവകാശ സംരക്ഷണ നിയമം പാർലമെൻറ്റ് പാസ്സാക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ വേറെ എങ്ങും പോകണ്ട, അത് തന്നെയാണ് ഉത്തരം. എങ്കിലും ബാക്കി ഓപ്ഷനൊക്കെ ഒന്ന് പരിശോധിച്ചാൽ ചിലപ്പോൾ ഒരു മാർഗിനുള്ള വകുപ്പ് നിങ്ങൾക്കുണ്ടാകും. 2006 ഒക്ടോബർ 26 നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ്, നമ്മുടെ വനിതകളുടെ ഗാർഹിക പീഡന നിരോധന നിയമം നിലവിൽ വന്നതാണ് അല്ലേ? ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് നിലവിൽ വന്നതാണ് ഈ ദിവസം. ഇനി 2008 സെപ്റ്റംബർ 24, 2008 സെപ്റ്റംബർ 24, ഇവിടെ 2061 ജൂലൈ 1 വലിയ ഇമ്പോർട്ടൻ്റ് അല്ല. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. എന്താണ് ഇത്? നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. എന്താണ് ഈ സ്ത്രീധന നിരോധന നിയമം പാസ്സാക്കിയത് നിലവിൽ വന്ന ദിവസമാണ്. ഇവിടെ ഈ 2 ഡേറ്റുകൾ പ്രധാനമായിട്ട് നിങ്ങൾ ഓർമ്മിച്ചാൽ മതി. ഇത് ഒക്ടോബർ 26 ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് നിലവിൽ വന്ന, സ്ഥിരം ചോദിക്കുന്നുണ്ട്. 2007 മാർച്ച് 5 വളരെ പ്രധാനപ്പെട്ടതാണ്. NCPCR നിലവിൽ വന്നതാണ്, നാഷണൽ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ്. ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യം, അന്താരാഷ്ട്ര ബാലവേല നിരോധന നിയമം. അന്താരാഷ്ട്ര ബാലവേല നിരോധന നിയമം ജൂൺ 12. മാർച്ച് 8 എന്താണ്? വനിതാ ദിനം, ഇൻ്റർനാഷണൽ വിമൻസ് ഡേ ആണ്. ഡിസംബർ 10 മനുഷ്യാവകാശ ദിനമാണ്. മനുഷ്യാവകാശ ദിനം, ഹ്യൂമൻ റൈറ്റ്സ് ഡേ. ജൂൺ 5 എല്ലാവർക്കും അറിയാം, പരിസ്ഥിതി ദിനമാണെന്ന് എല്ലാവർക്കും അറിയാം. ജസ്റ്റ് ഒന്ന് ഓർമ്മിച്ച് വെച്ചോളുക. നോക്കൂ, അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾ തടയുന്നതിന് വേണ്ടി 2015 മുതൽ കേരള ഗവൺമെൻറ് നടപ്പിലാക്കിയ പദ്ധതി ഏത്? 2015 മുതൽ സ്ത്രീകളുടെയും കുട്ടികളുടെയും അല്ലെങ്കിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾ തടയുന്നതിന് വേണ്ടി കേരള ഗവൺമെൻറ് നടപ്പിലാക്കിയ പദ്ധതി അങ്കനശ്രീയാണോ, സ്നേഹിതയാണോ, നിർഭയാണോ, അഭയകിരണമാണോ? ഒരു സംശയവും വേണ്ട, നിർഭയ തന്നെയാണ്. 2015 കേരള ഗവൺമെൻറ് ജനമൈത്രി പോലീസിൻ്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കിയ സ്ത്രീകളുടെയും കുട്ടികളുടെയും സംരക്ഷണത്തിന്, ലൈംഗിക അതിക്രമങ്ങളിൽ നിന്ന് സ്ത്രീകളെയും കുട്ടികളെയും സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നിയമമാണ് അല്ലെങ്കിൽ ആ ഒരു പദ്ധതിയാണ് നിർഭയ പദ്ധതി എന്നറിയപ്പെടുന്നത്. മറക്കരുത്. ബാക്കിയും കൂടെ ഒന്ന് പറഞ്ഞു പോകാം നമുക്ക്. അങ്കനശ്രീ എന്താണ്? അങ്കനശ്രീ എന്ന് പറയുന്ന ഒരു പദ്ധതി കേരള സർക്കാർ കൊണ്ടുവന്നത് വനിതകൾക്ക്
ഓട്ടോറിക്ഷ വിതരണം ചെയ്യുന്ന പദ്ധതിയാണ്. കുറഞ്ഞ സബ്സിഡി നിരക്കിൽ ഓട്ടോറിക്ഷ വിതരണം ചെയ്ത് സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിന് അവരെ പ്രാപ്തരാക്കുന്നതിന്, സ്ത്രീകളെ സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിന് പ്രാപ്തരാക്കുന്നതിന് വേണ്ടി എന്താണ് കൂടിയ നിരക്കിൽ സബ്സിഡി അനുവദിച്ചുകൊണ്ട് വലിയ സബ്സിഡിയിൽ എന്താണ് കാശ് കൊടുക്കുന്ന ഓട്ടോറിക്ഷ വിതരണം ചെയ്യുന്ന ഒരു സമ്പ്രദായമാണ്. ഷീ ടാക്സി എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? അതിൻ്റെ മാതൃകയിലാണ് ഇത് നടപ്പിലാക്കിയത്. അടുത്ത് നോക്കൂ, സ്നേഹിത. സ്നേഹിത എന്ന് പറയുന്ന ഒരു കുടുംബശ്രീ പദ്ധതിയാണ്. അതായത് അക്രമങ്ങൾക്കിരയാകുന്ന സ്ത്രീകളുടെയും കുട്ടികളുടെയും സംരക്ഷണത്തിനായി, അതായത് ഡൊമസ്റ്റിക് വയലൻസ് ഉൾപ്പെടെ ഗാർഹിക പീഡനം ഉൾപ്പെടെ ആക്രമണങ്ങൾക്കിരയാകുന്ന സ്ത്രീകൾക്ക് സഹായമായി നിൽക്കുന്ന അല്ലെങ്കിൽ സഹായം എത്തിക്കുന്ന ഒരു കുടുംബശ്രീ പദ്ധതിയുടെ പേരാണ് സ്നേഹിത. അഭയകിരണമോ? അഭയകിരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നിർധനരായ ഭവനരഹിതരായ വിധവകൾക്ക് സഹായം നൽകുന്ന, അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു പദ്ധതിയാണ് അഭയകിരണം. ആരെയാണ്? വിധവകൾ, നിർധനരായ വിധവകളായ സ്ത്രീകളുടെ ജീവിതാവസ്ഥ മെച്ചപ്പെട്ട നിലയിലേക്കാക്കി മാറ്റുന്നതിനുള്ളൊരു പദ്ധതിയാണ് അഭയകിരണം പദ്ധതി. ഇതെല്ലാം ഒന്ന് ഓർത്ത് വെച്ചോളുക. അപ്പം നമ്മുടെ ചോദ്യങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. ഇന്നത്തെ ഈ ക്ലാസ്സിൽ നമ്മൾ എടുത്തിട്ടുള്ള 3 ഏരിയകളും വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതിലൂടെ ചർച്ച ചെയ്ത എല്ലാ ചോദ്യങ്ങളും ഭംഗിയായി പഠിക്കുക. കൂടുതൽ ഊർജ്ജസ്വലതയോടുകൂടി മൈമെൻ്ററിൻ്റെ ക്ലാസ്സുകളൊക്കെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് വിജയത്തിലേക്ക് നടന്നെടുക്കുക. മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്. ഗുഡ് ബൈ.